എല്ലാവർക്കും നമസ്കാരം. നവമാധ്യമങ്ങളെല്ലാം മാധ്യമങ്ങളാണോ? ഈ വിഷയത്തിൽ നമ്മളോട് ചർച്ച ചെയ്യാൻ ഏറ്റവും ആപ്റ്റായ 3 വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഉള്ളത്. കാരണം മെയിൻ സ്ട്രീം മീഡിയയുടെ ഭാഗമായി പ്രവർത്തിച്ച് ഇപ്പോൾ നവമാധ്യമം വഴി മാധ്യമപ്രവർത്തനം നടത്തുന്ന സനീഷേട്ടനും മധുവേട്ടനും നമുക്കൊപ്പം ഉണ്ട്. അതോടൊപ്പം രാമോഹൻ പാലിയത്ത്. ഞാൻ നിങ്ങളൊരു സോഷ്യൽ വാച്ചർ എന്നാണ് പറയുക. ഇക്കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയി ഒബ്സർവ് ചെയ്യുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തൊരു വ്യക്തി കൂടിയാണ്. അപ്പം നമ്മുടെ ഈ ടൈറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. നവമാധ്യമങ്ങളൊക്കെ മാധ്യമങ്ങളാണോ എന്ന ചോദ്യത്തോട് സനീഷേട്ടാ, മാധ്യമങ്ങളാണോ നവമാധ്യമങ്ങളെല്ലാം? നവമാധ്യമങ്ങളെല്ലാം മാധ്യമങ്ങളാണോ എന്നാണ് നമ്മുടെ സെഷൻ്റെ ഒരു ടൈറ്റിലും ഷെമിനി ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന കാര്യവും. നവമാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളാണ്. ലെഗസി മാധ്യമങ്ങൾക്കുള്ള കുഴപ്പങ്ങളെല്ലാം ഉള്ള മാധ്യമങ്ങൾ കൂടെയാണ്. നവമാധ്യമങ്ങളുടെ കുഴപ്പങ്ങളിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കുഴപ്പമുള്ള നവമാധ്യമങ്ങൾ എന്ന് വിളിക്കുന്ന ചില കാര്യങ്ങൾ, അതിനകത്ത് ഈ നവം മാധ്യമം എന്ന് പറയുന്ന 2 സംഗതികൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. നവമായിട്ടെന്തെങ്കിലും ഇപ്പോൾ ഗോസിപ്പിംഗ് ആണ്. അത് വളരെ പുരാതനമായിട്ടുള്ള മനുഷ്യനുണ്ടായ കാലം തൊട്ട് തന്നെയുള്ള ഒരു പരിപാടിയാണ് ഈ ഗോസിപ്പിംഗ്. അതാണ് ഇത്തരം നമ്മൾ നവമാധ്യമങ്ങളെന്ന് പരിചയിച്ചിരിക്കുന്ന പല സംഗതികളുടെയും പ്രധാനപ്പെട്ട കോമ്പണൻറ്റ്, അവരുടെ കണ്ടൻറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നവം എന്ന സംഗതി അതിനകത്ത് പോയി. വളരെ പുരാതനമായ സംഗതിയാണ്, ഗോസിപ്പിംഗ് ആണ് അവർ നടത്തുന്നത്. പിന്നെ മാധ്യമം എന്നത് നമ്മൾ ഇപ്പോൾ ഈ മാധ്യമ പെരുക്കമുള്ള ഈ കാലത്ത് നമുക്ക് മാധ്യമങ്ങളെ കുറെ കൂടെ സ്പെസിഫിക്കായിട്ട് അതിൻ്റെ ചില എത്തിക്സ്, ചിലതരം പ്രത്യേക ഘടകങ്ങളൊക്കെ ചേർന്നാലാണല്ലോ മാധ്യമം എന്ന് വിളിക്കുന്ന ഒരു കാര്യമാവുക. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെല്ലാവരും മാധ്യമപ്രവർത്തകരും ഫോൺ കയ്യിലുള്ള എല്ലാ ആളുകളും മാധ്യമം എന്ന നിലക്ക് പ്രവർത്തിക്കാവുന്നതുമാണ്. പക്ഷേ മാധ്യമം എന്ന് വിളിക്കേണ്ടുന്ന അല്ലെങ്കിൽ ഒരു മാധ്യമത്തെ മാധ്യമമാക്കുന്ന ചില സവിശേഷതകൾ അവ കൂടെ ഉണ്ടായാൽ മാത്രമല്ലേ ഈ പറയുന്ന മാധ്യമമാണ്, ഇതൊരു മാധ്യമ സ്ഥാപനമാണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഈ പറയുന്ന മാധ്യമങ്ങളുടെ സവിശേഷതയുമില്ല, നവം എന്ന് വിളിക്കാവുന്ന എന്തെങ്കിലും പുതിയതായ സംഗതികളുമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലെ കണ്ടൻറ് മേക്കേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. ഇതിൽ രണ്ടിനെയും വ്യത്യാസപ്പെട്ട് കാണുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം ഞാനാണെങ്കിലും മധുവാണെങ്കിലും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. ഞാൻ ഒരു സ്ഥാപനം എന്ന നിലക്ക് ദ മലബാർ ജേണൽ എന്ന് പറയുന്ന ഒരു മാധ്യമ സ്ഥാപനം നടത്തുന്നയാളാണ്. ഒരു നവമാധ്യമ സ്ഥാപനം എന്ന് ഞാൻ വിചാരിക്കുന്ന ഒരു സ്ഥാപനം നടത്തുന്നയാളാണ്. മധു സ്വന്തം നിലക്ക് ഒറ്റക്ക് നിന്ന് ഒരു നവമാധ്യമ പ്രവൃത്തി ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. അപ്പോൾ ഈ നമ്മുടെ കേരളത്തിന് പുറത്തെയും മാധ്യമ സീനിൽ ഇങ്ങനെ 2 തരം നവമാധ്യമങ്ങളെന്ന് വിളിക്കപ്പെടുന്ന കാര്യങ്ങളുണ്ട്. ഒന്ന് മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റൊക്കെ പോലെ തന്നെ സ്ഥാപനങ്ങളായി വെച്ചുകൊണ്ടുള്ള ഇങ്ങനെ എന്നെ പോലെ ഒരു 10-22 ആളുകൾ ജോലി ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം നടത്തുന്ന ആളുകളുമുണ്ട്. മധുവിനെ പോലെ സ്വന്തം നിലക്ക് ഒറ്റക്ക് കണ്ടൻറ്റ് തയ്യാറാക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പല തരത്തിൽ പല ശ്രേണിയിലുള്ള ഒരുപാട് സംഗതികൾ ചേർന്ന ഒരു കാര്യത്തെയാണ് നമ്മൾ കേരളത്തിലെ ഒരു നവമാധ്യമ മേഖല എന്നിപ്പോൾ വിളിക്കുന്നത്. പുറത്തും അങ്ങനെ തന്നെയാണത്. പക്ഷേ അതിനെ നവവും മാധ്യമവും ആക്കുന്ന ഈ സവിശേഷതകൾ അതിനകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമേ അതുണ്ടൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞങ്ങളുടെ സ്ഥാപനം അത്തരത്തിലൊന്നാണ്. അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ദ മലബാർ ജേണലിൽ പണിയെടുക്കുന്നത്. പക്ഷേ അങ്ങനെ അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അത് വിശദമായിട്ട് നമുക്ക് അടുത്ത സെഷൻ്റെ ഭാഗമായിട്ട് വരാം. മധുവേട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ മാധ്യമങ്ങളെ മാധ്യമങ്ങളാക്കുന്ന കുറച്ച് സവിശേഷതകളുണ്ടല്ലോ. അപ്പം അത് പാലിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന എത്ര മാധ്യമങ്ങൾ ഉണ്ടാകാം? അല്ലെങ്കിൽ നവമാധ്യമങ്ങളെ മൊത്തത്തിൽ മാധ്യമങ്ങൾ എന്നൊരു ശ്രേണിയിൽ പെടുത്തുമോ? നവമാധ്യമം എല്ലാം മാധ്യമമാണോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു പ്രശ്നം പുതിയ മനുഷ്യരെല്ലാം മനുഷ്യരാണോ എന്ന് ചോദിക്കുന്ന പോലത്തെ ഒരു ചോദ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. മാധ്യമങ്ങൾ എന്ന പാരമ്പര്യ മാധ്യമം എന്നാണ് നമുക്ക് പെട്ടെന്ന് മാധ്യമം എന്ന് പറയുമ്പോൾ തോന്നുക. അപ്പോൾ പത്രം, ചാനൽ എന്നെല്ലാം പറഞ്ഞിട്ട് പാരമ്പര്യ മാധ്യമങ്ങളായിട്ടാണ് നമ്മൾ മാധ്യമത്തിൻ്റെ നിർവചനത്തിൽ ഒതുക്കിയിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ടെക്നോളജിയുടെ മാറ്റം, കാലത്തിൻ്റെ മാറ്റത്തിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് പെട്ടെന്ന് നവമാധ്യമം എന്ന് പറയുന്ന ഒരു സാധ്യത നമുക്ക് മുമ്പിൽ ഉരുത്തിരിക്കുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് പറയാൻ തോന്നുന്നൊരു കാര്യം, വ്യക്തിപരമായ ഒരു അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ഒരു 2004 കണ്ണൂരിലൊരു പത്രത്തിൻ്റെ എഡിഷനിൽ വർക്ക് ചെയ്യുമ്പോൾ കാസർഗോഡ് എഡിഷൻ, ഒരു 2ാം നിര പത്രത്തിൻ്റെ കാസർഗോഡ് എഡിഷനിലെ പേജുകൾ എണ്ണം കോപ്പി ഒരു 9000 കോപ്പി ഉണ്ടെന്ന് വരിക. അപ്പോൾ കാസർഗോഡ് എഡിഷൻ 9000 പ്രാദേശിക കോപ്പി. ഇതിലൊരു വാർത്ത വരാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം. ഒരു പ്രസ് റിലീസിൽ എഴുതണം, എന്നിട്ട് ദീപികയുടെ ഓഫീസിൽ കൊണ്ടുകൊടുക്കണം, അല്ലെങ്കിൽ വേറൊരു പത്രത്തിൻ്റെ ഓഫീസിൽ കൊണ്ടുകൊടുക്കണം, അത് അടിച്ചു വരണം. എന്നിട്ട് കാസർഗോട്ടേക്ക് രാത്രി ഇത് അച്ചടിച്ചിട്ട് ലോറി കൊണ്ട് അവിടെ കിട്ടിയാൽ പത്രമല്ല, വാർത്ത എത്തിയാൽ അച്ചടിച്ചു എന്നുള്ള സ്ഥിതിയാണ്. ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫേസ്ബുക്കിൽ 5000 ഫ്രണ്ട്സിന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, കഷ്ടപ്പെട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇങ്ങോട്ടാരും വന്നില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഫോളോവേഴ്സിന് ഉണ്ടാക്കാൻ പറ്റും, അത് എത്ര ഉണ്ടാക്കാം? ഫോളോവേഴ്സിന് 10,000 മുകളിൽ ഉണ്ടാക്കാം. അപ്പോൾ 5000 ഫ്രണ്ട്സും ഒരു 3000 ഫോളോവേഴ്സും ആയാലും 9000 കോപ്പിയായില്ലേ? നമ്മൾ വെറുതെ ഒരു അറിയിപ്പിട്ടാൽ മതി, എൻ്റെ അടുത്ത് വെള്ളമില്ല, ഭയങ്കര പ്രശ്നമാണ്, പെട്ടെന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ
9,000 ആളുകൾ ശ്രദ്ധിച്ചില്ലെങ്കിലും കുറച്ചാൾ ശ്രദ്ധിക്കും. വാട്സപ്പിൽ 1024 ആൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുറേ നമ്പർ ഉണ്ടാക്കി അതിലൊരു അറിയിപ്പിട്ടാൽ മതി. അപ്പോൾ ഇത് വലിയൊരു സാധ്യതയായിട്ട് നമ്മൾ മുമ്പിൽ വരികയാണ്. ഇതാണ് നവമാധ്യമത്തിൻ്റെ ഒരു പ്രത്യേകത. അത് മാധ്യമത്തിൻ്റെ വർക്ക് അവിടെ നടത്തുന്നുണ്ട്. പിന്നെയുള്ളൊരു ചോദ്യം, ഈ നേരത്തെ സനീഷ് സൂചിപ്പിച്ച ചില പ്രശ്നങ്ങൾ നമ്മൾ പൊതുവെ ഉന്നയിക്കപ്പെടുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അതിൽ ഫുൾ അലമ്പാണല്ലോ, അതും ഇതൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അത് നവമാധ്യമത്തിൽ പറയുന്നുണ്ടല്ലോ, ഓർമ്മ ശരിയാണ്, അവിടെ നോക്കുമ്പോൾ പറയുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കൂ, മറ്റ് എവിടെയെങ്കിലും അത് പറയാതിരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട്. പ്രത്യേകിച്ചും നവമാധ്യമങ്ങളുടെ ഒരു സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ പേഴ്സണലായ ഒറ്റയ്ക്ക് വായിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ വായിക്കുക. മൊബൈലിൽ, കമ്പ്യൂട്ടറിൽ നമ്മൾ മാത്രമുള്ള സ്ഥലത്ത്. പത്രമാണെങ്കിൽ 2-3 ആൾ ഇരുന്ന് വായിക്കും, TV ആണെങ്കിൽ വീട്ടിലെല്ലാവരും ഇരുന്ന് വായിക്കും. പക്ഷേ നവമാധ്യമം ഒറ്റയ്ക്ക് ഇരുന്ന് വായിക്കുന്ന ഒരു സ്പേസിൽ അതിൻ്റെ ഒരു തീവ്രതയിൽ വരുന്നുണ്ട്. അതേ സംഭവം നമ്മൾ പറയില്ല, വാർത്ത വിതരണം ചെയ്യുന്ന സ്ഥലം കലുങ്ക് ചായപ്പീടി എന്നെല്ലാം പറയില്ലേ പണ്ടത്തെ. അവിടെ എന്താ നടന്നത്, നമ്മൾ വലിയ നായനാരുടെ കാര്യം, നെഹ്റുവിൻ്റെ കാര്യമൊക്കെ അവിടെ സംസാരിക്കും, വാജ്പേയിയുടെ സർക്കാരിൻ്റെ കാര്യമൊക്കെ സംസാരിക്കും, വലിയ നൊസ്റ്റാൾജിക്കായിട്ട് നമ്മൾ ചായക്കടയെക്കുറിച്ച് സംസാരിക്കും. ശരിയാണ്. ഇതേ ചായക്കടയിൽ ഇത് സംസാരിക്കുന്നതിനിടയിൽ അവിടെ ഒരു ഓട്ടോറിക്ഷയിൽ ഒരു സ്ത്രീ വന്നിറങ്ങിയാൽ അവൾ എവിടെ പോയത് നമ്മൾ കണ്ടാണല്ലോ, ആ ഹോട്ടലിൻ്റെ അതിലേ പോയിട്ട് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചത് അവിടെ ഒരു വാർത്ത ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ തുടർച്ച അവിടെ നടക്കുന്നുണ്ട്. ഇതും അവിടെ ഉണ്ട്. അതാണ് നേരത്തെ സനീഷ് സൂചിപ്പിച്ച കാര്യം ഞാൻ പറഞ്ഞത്. അത് അവിടെ നടക്കുന്നുണ്ട്, അത് ഇവിടെയും നടക്കുന്നുണ്ട്. അതിന് നമ്മൾ ഈ നവമാധ്യമം മാധ്യമമാണോ എന്ന് ചോദിച്ച് കറക്റ്റ് ചെയ്യാണോ വേണ്ടത്, അതിൽ നിന്ന് തന്നെ അതിൻ്റെ കറക്ഷൻ സംഭവിക്കുന്നുണ്ട്. അത് ആ മേഖലയിൽ നിന്ന് തന്നെ അതിൻ്റെ കറക്ഷൻ സംഭവിക്കുന്നുണ്ടെന്നാണ് ഞാൻ വരിക്കുന്നത്. അതിൻ്റെ വിശദാംശം നമുക്ക് പറയാൻ പറ്റും. മാധ്യമങ്ങൾ ഇവിടെ ഈ ചർച്ചയിലേക്ക് വരുമ്പോൾ പാരമ്പര്യ മാധ്യമങ്ങൾ സ്വാധീനം ചെലുത്തുന്ന, പാരമ്പര്യ മാധ്യമങ്ങളുടെ ഒരു ഡിസ്കഷനിൽ വരുന്നതിൻ്റെ ഒരു കാരണം നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ തുടർന്ന് വന്നിരുന്ന ശീലങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ ഇപ്പോൾ തലമുറ മാറി ഒരു മധ്യവയസ്സിന് മുകളിൽ ആളുകൾ ആശ്രയിക്കുന്നതായിട്ട് പല പഠനങ്ങളിലൊക്കെ കാണുന്നുണ്ട് നമ്മളെ പത്രങ്ങളും ചാനലുകളും. ഒരു 25 വയസ്സിന് മുകളിൽ, അത്ര ഉണ്ടോയെന്ന് അറിയില്ല, 30 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് പത്രങ്ങൾ വായിക്കുന്നത്, ചാനലുകൾ കൂടുതൽ വാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഉണ്ടാകുന്നൊരു ചോദ്യം, ഇതിന് താഴെയുള്ള തലമുറക്കൂടെ വേണ്ടേ, അവർക്കും മാധ്യമം വേണ്ടേ എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പെട്ടെന്ന് പറയാം. സമീപകാലത്ത് ഒരു സിനിമാ ചർച്ചക്കടയിൽ നിഖില വിമൽ ഒരു കാര്യം പറഞ്ഞു. എന്നുവെച്ചാൽ കണ്ണൂർ മുസ്ലിം വീടുകളിലെ അടുക്കളകളിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം സംബന്ധിച്ച് ഗൗരവമുള്ളൊരു ചർച്ച ഉന്നയിച്ചു. ഒരു സിനിമ ഇൻ്റർവ്യൂ ആണ്, നമ്മൾ മുഖ്യധാര മാധ്യമങ്ങൾ എടുക്കൂല, വാർത്തയൊന്നും കൊടുക്കൂല. പക്ഷേ ഒറ്റ ദിവസം വൈകുന്നേരം കഴിഞ്ഞു, രണ്ടാമത്തെ ദിവസം വൈകുന്നേരം കഴിഞ്ഞു. ഈ നാട്ടിൽ അത് അറിയാത്ത ഒറ്റ മനുഷ്യരില്ല. 2 മനുഷ്യന്മാരുണ്ട്. എന്താ, പത്രം മാത്രം വായിക്കുന്ന ആൾ അത് അറിഞ്ഞിട്ടില്ല. പിന്നെ അറിയാത്തത് മൊബൈലൊക്കെ ഓഫാക്കി വല്ല അസുഖമൊക്കെ ആയി വീട്ടിൽ കിടക്കുന്ന ആളുകൾ ഇത് അറിഞ്ഞിട്ടില്ല. മൊബൈൽ ഓണാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ആളുകൾ അറിഞ്ഞിരിക്കും. ഈ നാട്ടിൽ എല്ലാവരും അറിഞ്ഞിരുന്നു. പക്ഷേ മുഖ്യധാരയിലെ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചില്ല. കാരണം നമ്മൾ പറഞ്ഞ പോലെ പാരമ്പര്യത്തിൻ്റെ കുടുക്കുകൾ നിഖില വിമൽ പറഞ്ഞാണ്. കുറച്ച് കെ സുധാകരനോ പിണറായി വിജയനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കെ സുരേന്ദ്രനോ ഒക്കെ പറഞ്ഞാൽ നമ്മൾ അടിക്കുകയും ചെയ്യും. പക്ഷേ ഉന്നയിക്കപ്പെടുന്ന പ്രശ്നത്തിന് ഈ സമൂഹത്തെ 25 വയസ്സിനുള്ള താഴെയുള്ള തലമുറ അഡ്രസ്സ് ചെയ്യുന്ന ഒരു വിഷയം അതിനകത്തുണ്ട്. അവർ ആകുലപ്പെടുന്ന ഒരു വിഷയം അതിനകത്തുണ്ട്. അത് ആ നടിയുടെ പ്രസ്താവന എന്നുള്ളതിനപ്പുറത്ത് ആ പ്രസ്താവനയിലെ ഗൗരവം അവർ പ്രസ്താവിച്ചു, ആ പ്രസ്താവന പറഞ്ഞു എന്നുകൊണ്ട് വാർത്ത എങ്ങനെ കൊടുക്കും എന്നുള്ളതിനപ്പുറത്ത് സമൂഹം മുഴുവൻ ചർച്ച ചെയ്യാണ്. 3 ദിവസം കഴിയുമ്പം ചാനലിൽ തന്നെ എന്താ വരുന്നത്, വൈറലായി എന്നുകൊണ്ടാണ് ചാനലിൽ വാർത്ത വരിക. പത്രത്തിൽ വരുന്നത് എപ്പോഴാണ്, 5 ദിവസം കഴിയുമ്പോൾ കണ്ണൂർ ഒരു പ്രസ് മീറ്റിനിടയിൽ MV ജയരാജനോട് ചോദ്യം ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞ മറുപടി അവിടുത്തെ പ്രാദേശിക പേജിൽ വരും, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ പത്രങ്ങളെ പുതിയ ആളുകൾ കാണുന്നില്ല എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് കാണാത്തത്? ആളുകൾ അവരെന്തിനാ വായിക്കുന്നത്? അവരുടെ വിഷയം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യം വരും. മറ്റ് മുഖ്യധാരയിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്, അതെല്ലാം ഉണ്ട്. ഞാൻ പറയുന്നത് സ്പെസിഫിക്കായി ഒരു സമൂഹത്തെ സ്വാഭാവികമായി അഡ്രസ്സ് ചെയ്യുന്ന എന്ത് പറയുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടൊക്കെ കൂടി ആയിരിക്കാം നവമാധ്യമങ്ങൾക്ക് ഈ ആധിപത്യം വരുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിലെ ഒരു പ്രത്യേകത നമുക്കെല്ലാം പറയാമെന്നുള്ളതാണ്, ഓരോരോ ആളുകൾക്കും പറയാമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി വേർതിരിവിന് ഒരു ചാൻസ് ഇല്ല എന്ന് തോന്നുന്നുണ്ട്. എല്ലാ മാധ്യമങ്ങളും മാധ്യമങ്ങളുടെ ഗണത്തിൽ തന്നെ പെടും. നവമാധ്യമമെന്നോ പരമ്പരാഗത മാധ്യമമെന്നോ ഇല്ല. അങ്ങനെ ചോദിക്കാനുള്ള പ്രസക്തി അവിടെ നഷ്ടപ്പെടുകയാണ്. കാരണം എല്ലാവരും മാധ്യമങ്ങളാണ് എന്ന തലത്തിലേക്കാണ് പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പത്രമാധ്യമങ്ങളുടെ സ്വാഭാവികമായ ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ ആളുകൾ, ഇപ്പോൾ നമ്മൾ പറയല്ലോ പത്രങ്ങൾ ആളുകൾ വായിക്കുന്നില്ല അല്ലെങ്കിൽ എണ്ണം കുറയുന്നു. നമുക്കറിയാം, കഴിഞ്ഞ സർക്കുലേഷൻ ABC സർക്കുലേഷൻ്റെ കഴിഞ്ഞ വർഷത്തെ കണക്കിൽ കഴിഞ്ഞ 10 വർഷത്തെ ചരിത്രത്തിൽ 20 ലക്ഷത്തിൽ 24 ലക്ഷമൊക്കെ ആയിരുന്നു മലയാളത്തിലെ ഒന്നാം നിര പത്രത്തിൻ്റെ സർക്കുലേഷൻ. കഴിഞ്ഞ കൊറോണയ്ക്ക് ശേഷമുള്ള വർഷത്തെ ABCയിലെ കണക്കിൽ 19 ലക്ഷത്തിൽ ചില്ലറയാണ് ഒന്നാം സ്ഥാനത്തുള്ള പത്രത്തിൻ്റെ സർക്കുലേഷൻ. ഇത് 2 തരത്തിൽ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, ഈ പറഞ്ഞ പോലെ ടെക്നോളജി
കാരണം ആളുകൾക്ക് ഫിസിക്കലായി കൊണ്ടു നടക്കേണ്ട ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നടക്കേണ്ടത്. രണ്ടാമത്തേതാണ് ഞാൻ പറഞ്ഞത്, ഉള്ളടക്കം നമ്മൾ ആരെ അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഈ പുതിയ തലമുറ അതിൽ എത്രമാത്രം അറ്റാച്ച്ഡ് ആണെന്നുള്ളതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ ഇതിലേക്കാണ് വരിക. അതുകൊണ്ട് ഇതെല്ലാം കൂടി പ്രത്യേകമായി വിവക്ഷിക്കുന്നതിന് സാധ്യത കുറവാണ്, സാഹചര്യമില്ല. അത് ഒന്നിച്ച് കണ്ടുകൊണ്ട് ഈ പ്രശ്നങ്ങളെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം എന്നുള്ള ഡിസ്കഷൻ അവിടെ നിന്ന് തന്നെ നടക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ പറയണ്ടല്ലോ, ഒരു ഫേസ്ബുക്ക് വന്നതിന് ശേഷം എല്ലാവരും എഴുത്തുകാരായി എന്ന് പറയുന്ന പോലെയാണ്. ഈ പറഞ്ഞ പോലെ നവമാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വന്നതിന് ശേഷം ഒരു ഫോൺ ഉണ്ടെങ്കിൽ എല്ലാവർക്കും മാധ്യമപ്രവർത്തകരാകുന്നൊരു അവസ്ഥയുണ്ട്. ഇത് ഭയങ്കര കീനായി വാച്ച് ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണല്ലോ. അപ്പം ഈ മധുവായിട്ട് പറഞ്ഞോട് എങ്ങനെയാണ് യോജിക്കുന്നത്? എല്ലാ മാധ്യമങ്ങളെയും അതേ ഗണത്തിൽ പെടുത്തണം എന്നാണോ, അല്ലെങ്കിൽ അതിലൊരു വേർതിരിവ് എന്താ തോന്നുന്നത്? നിങ്ങൾ 3 പേര് മാധ്യമപ്രവർത്തകരാണ്. ഞാൻ 1-2 മാധ്യമങ്ങളുടെ അഡ്വർടൈസിങ്ങിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു ബുദ്ധിമുട്ടുള്ള റോളായിട്ട് വേറൊരു നേരെ ഓപ്പോസിറ്റ് വശം. അപ്പോൾ അവിടെ നിന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് പറയാവുന്ന ഈ ഉത്തരത്തിനോട് ഇപ്പോൾ അദ്ദേഹം മധു പറഞ്ഞതിനോട് തന്നെ തുടർച്ചയായിട്ട് പറയാനുള്ളത്, ഇതിൽ നമ്മളിതിൻ്റെ അഡ്വർടൈസിങ് റവന്യൂ നോക്കിയാൽ ഇപ്പോൾ മധു സർക്കുലേഷൻ്റെ കാര്യങ്ങൾ വരെ പറഞ്ഞു, സർക്കുലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ, അഡ്വർടൈസിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ചിലപ്പോൾ അറിയാത്തതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾ 3 പേരും മാധ്യമങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നിങ്ങളുടെ കമ്പനികൾ, നിങ്ങളുടെ മാധ്യമങ്ങൾ എത്ര അഡ്വർടൈസിങ് റവന്യൂ ഉണ്ടാക്കുന്ന കാര്യം ചിലപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. കാരണം നമ്മളെ എപ്പോഴും ഈ ന്യൂസ് ഉണ്ടാക്കുക, അതിനെ അനലൈസ് ചെയ്യുക, യഥാർത്ഥ അരി മേടിക്കുന്ന എവിടുന്നുള്ള സംഭവം, അത് വിൽക്കുന്ന ആൾക്കാരുടെ ബുദ്ധിമുട്ട് ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഞാൻ ഒരു പൊതുവെയുള്ള മാധ്യമപ്രവർത്തകർക്കുള്ളൊരു സംഭവം ഞാൻ പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു എക്കണോമി നമ്മൾ നോക്കിക്കഴിയുമ്പോൾ, ഇപ്പോൾ ഈ ക്രിയേറ്റർ എക്കണോമി എന്നാണ് ഇതിനെ വിളിക്കുന്നത് ലോകത്ത് തന്നെ. ഇപ്പോൾ $250 ബില്യൺ ഇപ്പോഴത്തെ ലോകത്തിലെ ക്രിയേറ്റർ എക്കണോമിയുടെ വലിപ്പം. $250 ബില്യൺ ഭയങ്കര വലിയൊരു സൈസാണത്. അത് 5 കൊല്ലം കൊണ്ട് ഇരട്ടിയാവുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളുടെ വിരാട് കോഹ്ലി ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിന് മേടിക്കുന്ന പൈസ $1 മില്യൺ. ഒരു പോസ്റ്റിനാണ് ആലോചിക്കണം. ഈ $1 മില്യൺ എവിടുന്ന് പോകുന്നു എന്നുള്ളത് നോക്കുമ്പോൾ കഴിയുമ്പോൾ തന്നെ ഈ നവമാധ്യമങ്ങളെല്ലാം മാധ്യമമാണോ എന്നുള്ളതിൻ്റെ ഉത്തരം കിട്ടും. കാരണം അത് മാധ്യമങ്ങളെല്ലാം മാധ്യമമാണോ എന്ന് ചോദിക്കേണ്ട സ്ഥിതിയിലേക്ക് പോവുകയാണ് കുറച്ച് കഴിയുമ്പോൾ. കാരണം ഇത് മുകളിലേക്ക് കയറുകയാണ്. ഇപ്പോൾ ഈ നമ്മുടെ ലോകത്തിലെ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ള റൊണാൾഡോ എനിക്ക് തോന്നുന്നത് $2.3 മില്യൺ മേടിക്കുന്നത് ഒരു പോസ്റ്റിനാണ്. അതിപ്പോൾ കേരളത്തിലായാലും ഇപ്പോൾ ഈ മിനിമം നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സൊക്കെ 20,000 രൂപ വെച്ചൊക്കെയാണ് ചെറിയ ആൾക്കാർ പോലും മേടിക്കുന്ന, ഈ എൻഡോഴ്സ്മെൻറ്റ്സിന് മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു വരുമാന നഷ്ടം, അതായത് പരമ്പരാഗത മാധ്യമങ്ങളുടെ ഒരു വലിയ എറോഷൻ. എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ഒരു ടോപ്പ് 3 പത്രങ്ങൾ വെച്ചാൽ ബാക്കി പത്രങ്ങൾക്ക് ശമ്പളം പോലും കൊടുക്കുന്നില്ലാത്ത അവസ്ഥയുണ്ട്. അത് ഈ വരുമാന നഷ്ടത്തിൻ്റെ തന്നെയാണ്. അത് ഉണ്ടാക്കുന്നത് ഈ വിരാട് കോഹ്ലി മുതൽ കേരളത്തിലെ ഈ ചെറുകിട സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സ് വരെയുള്ളവരായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു ഉത്തരത്തിൻ്റെ ഒരു ക്വാണ്ടിഫൈഡ് ആയിട്ടുള്ളൊരു ഉത്തരം. പിന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ തമാശ അല്ലെങ്കിൽ ഒരു വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം സ്വകാര്യ കമ്പനികളാണ്. നവമാധ്യമങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പോൾ മധു പറയാൻ പറ്റതായിരിക്കും. മധുവിൻ്റെ എക്സ്പീരിയൻസ് ഇപ്പോൾ പറയുമായിരുന്നു. ലക്ഷക്കണക്കിന് ഇൻഫ്ലുവൻസേഴ്സ് സോഷ്യൽ മീഡിയയിലുള്ള ആളാണ്. പക്ഷേ ചില ടോപ്പിക്കുകൾ പോസ്റ്റ് ഇടുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഗാസ അല്ലെങ്കിൽ മണിപ്പൂർ അല്ലെങ്കിൽ ബിൽക്കിസ് ബാനു കേസുകളിലൊക്കെ അദ്ദേഹം പോസ്റ്റ് ഇടുമ്പോൾ അതിന് 500-2,000 പേരൊക്കെയാണ് കാണുന്നത്. ആളുകൾ ആ പോസ്റ്റുകൾക്ക് മാത്രം. അതായത് 2017 US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റഷ്യയുടെ പണം മേടിച്ചിട്ട് US തെരഞ്ഞെടുപ്പിൽ ഈ എന്താ പറയുക സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഫേസ്ബുക്ക് പണം മേടിച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ, അപ്പോൾ ആ ഒരു തുടർച്ച എവിടെയുണ്ട്. അപ്പോൾ ഞാനൊരു PRINC നടത്തുകയാണ് എറണാകുളത്ത്. PRINCയിൽ ഞാൻ ഇന്നസെൻറ്റിൻ്റെ ചാലക്കുടിയിലെ 2019 ഇന്നസെൻറ്റിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ PRINC വർക്ക് ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തിരുന്നിട്ടാണ് ഇന്നസെൻറ്റിൻ്റെ ഈ സോഷ്യൽ മീഡിയ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരുടെ ഒരു സംഘം, ഇന്നസെൻറ്റിൻ്റെ സോഷ്യൽ മീഡിയ മാർക്കറ്റ് ചെയ്തിരുന്ന അവർ നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അരിവാൾ ചുറ്റി നട്ടത്ര ചുമപ്പോ അങ്ങനെ എന്ത് പോസ്റ്റ് കാണിച്ചാലും ഒരിക്കലും അത് ഓർഗാനിക്കായിട്ട് ഒരാളുടെയും ഫീഡ്സിൽ വരാത്ത വിധത്തിൽ ഉള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് തന്നെയാണ് നിങ്ങൾക്കും അനുഭവപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. ഇത് സ്വകാര്യ കമ്പനികളാണ് ഈ എല്ലാം. അതും സ്വകാര്യ കമ്പനികൾ മാത്രമല്ല, 2-3 ടോപ്പ് 3 കമ്പനികളുടെ. ഇപ്പോൾ നമുക്കറിയാം ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും ഒറ്റ കമ്പനിയുടെയാണ്. അങ്ങനെ 2-3 അമേരിക്കൻ കമ്പനികളുടെ കക്ഷത്തിലിരിക്കുന്ന ഒരു ബിസിനസ് ഇടപാടാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ കൂടിയുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിൽ വരുമാനം ഉണ്ടാക്കുന്നത് സെലിബ്രിറ്റികളൊക്കെ ആയിരിക്കുമെങ്കിലും അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഇത് നിയന്ത്രിക്കുന്നത് ഇവരായിരിക്കും. അപ്പോൾ ഈ മധുവോ അല്ലെങ്കിൽ സനീഷൊക്കെ അല്ലെങ്കിൽ അവരുടെ സമൂഹ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പേഴ്സണൽ അക്കൗണ്ടുകളിലൂടെയൊക്കെ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്കൊക്കെ വലിയ നീതിബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഒരുപാട് ഇഷ്യൂസ് ഒരിക്കലും പുറത്തു വരാത്ത വിധത്തിൽ ഇങ്ങനെ മുങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ നമ്മൾ എന്താ പറയുക, ഹേസ്റ്റൻ ടു സേ എന്നൊക്കെ പറയുന്ന പോലെ ആ പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് പറയേണ്ടി വരും. ഇപ്പോൾ
രാജഗോപാൽ സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, ടെലിഗ്രാഫിൻ്റെ എഡിറ്റർ. ഒരുപാട് ഹെഡ്ലൈനുകളിലൂടെ ചരിത്രം സൃഷ്ടിച്ച, പക്ഷേ ആ ഹെഡ്ലൈനുകൾ പോലും നമുക്കറിയാം കൺവെൻഷണൽ മീഡിയയുടെ റീച്ചിലല്ല പുറത്തേക്ക് പോകുന്നത്, എപ്പോഴും സോഷ്യൽ മീഡിയ കൂടിയാണ് പോകുന്നത്. അപ്പോൾ അത് തന്നെ അതിൻ്റെ ഒരു വേറൊരു ഉത്തരവാണ്. ഇത് ടെലിഗ്രാഫിൻ്റെ ഹെഡ്ലൈനായിട്ടാണ് വരുന്നതെങ്കിലും അത് പോകുന്നത് ഇതുപോലുള്ള വലിയ നിക്ഷിപ്ത താല്പര്യങ്ങളൊക്കെയുള്ള അമേരിക്കൻ സോഷ്യൽ മീഡിയ ജയൻസിനുള്ളിലാണ് പോകുന്നത്. പിന്നെ എനിക്ക് ആ തുടക്കം തന്നെ പറയാൻ ഞാൻ ആഗ്രഹിച്ച കാര്യം, ഇവിടെ 10-400 സെഷൻസൊക്കെ ഉണ്ടെന്ന് അറിയുന്നു. ഇങ്ങനെ ഒരുപാട് ടോപ്പിക്സ് ഉണ്ടെങ്കിലും വേറെ ഏതൊരു ടോപ്പിക് പോലെയല്ല, നമ്മൾ ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോമിലിരുന്ന് ഒരിക്കലും ചർച്ച ചെയ്യാൻ പാടില്ലാത്ത ഒരു വിഷയമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം സമൂഹ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെക്കാളൊക്കെ കൂടുതൽ ഏറ്റവും അധികം ഔതന്റിക്കായിട്ടും വളരെ എക്സ്പെരിമെന്റലൊക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ എല്ലാവർക്കും കൂടി പറയാനെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ഒക്കെ കോൺവെർസേഷൻ. കാരണം നമ്മൾ ആരും ഇതിലൊട്ടും അഡീഷണലി യോഗ്യരല്ല, നമ്മളെക്കാളും യോഗ്യരായിട്ടുള്ള ആൾക്കാർ ഇരിക്കുന്നു. പ്രത്യേകിച്ച് രാജഗോപാൽ സാറിനെ പോലെ ഒരുപാട് ആൾക്കാർ, നമുക്കറിയാവുന്ന ഒരുപാട് വലിയ എച്ചുമുക്കുട്ടിയൊക്കെ ഉണ്ട്. ഒരുപാട് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് പവർഫുൾ ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ. രാജഗോപാൽ സാർ ഉണ്ടെന്നപ്പോൾ എനിക്ക് കുറച്ച് ടെൻഷനായി. ഓക്കെ, ഇതിനോട് ചേർത്ത് വെച്ച് ചോദിക്കുമ്പോഴേ സനിഷേട്ടാ, ഇപ്പോൾ ഇത്തവണത്തെ ഇലക്ഷൻ പരിപാടികൾ തുടങ്ങിയത് 3000-ഓളം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ യോഗം BJP വിളിച്ചുകൊണ്ടാണ്. അപ്പം ഇപ്പം ട്രംപ് പോലും ജയിച്ചത് ഫേസ്ബുക്കിൻ്റെ ഇടപെടലിൽ മുടക്കിയ കോടികളെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ളവർ എന്നുള്ളതിൻ്റെ അവരെത്ര നിർണായക ശക്തിയാകുന്നു എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ അതിനെ വെറുതെ സോഷ്യൽ മീഡിയ കളിച്ചുകൊണ്ടിരിക്കുകയാണോ? അങ്ങനെ പറയുന്നതല്ല, ഇത് കളി ഭയങ്കര കാര്യമല്ലേ? ആണ്, വളരെ കാര്യമാണ്. എനിക്കിതിനകത്ത് ഈ നവമാധ്യമങ്ങളെല്ലാം മാധ്യമങ്ങളാണ് എന്ന് പറയാൻ മടി കാണിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവർ രണ്ടുപേരും മാധ്യമങ്ങളാണ് എന്ന് പറഞ്ഞ ഒരാളാണ്. എനിക്കതിൻ്റെ അകത്ത് യോജിപ്പില്ല. മാധ്യമങ്ങളെ കുറച്ചുകൂടെ ഓരോരോ പ്ലേസിൽ വെക്കണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. മാതൃഭൂമിക്കും മനോരമയ്ക്കും ഉള്ള സ്ഥാനം മറുനാടൻ മലയാളിയേക്കാൾ വളരെ ഉയരത്തിലുള്ളതാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെയുള്ള മാധ്യമ സ്ഥാപനങ്ങൾ നടത്തണം എന്ന് വിചാരിക്കുന്ന ആളാണ്. കാണുന്ന ആളുകളെല്ലാം മൈക്കും കൊണ്ട് പല പരിപാടികളും ചെയ്യുന്നുണ്ട്, പല കണ്ടൻറ്റും ഉണ്ടാക്കുന്നുണ്ട്. അതിനെ വല്ല കണ്ടൻറ് ക്രിയേറ്റേഴ്സ് എന്നൊക്കെ വിളിക്കുക എന്നല്ലാതെ, അതായത് ഞങ്ങൾ അച്ചീവ് ചെയ്യേണ്ടുന്ന ഒരു സ്ഥലമാണ്. ഞാനിപ്പോൾ മലബാർ ജേണൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുകയാണ്. ഞാൻ ഒരു റിയൽ മാധ്യമമാകാൻ വേണ്ടി അച്ചീവ് ചെയ്യണം, അങ്ങനെ അവിടേക്ക് എത്തണം എന്ന് കരുതി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതിന് ചില എത്തിക്സും ചില സംഗതികളും മാധ്യമ പ്രവർത്തനത്തിൻ്റെതായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അല്ലാതെ എനിക്ക് വരുമാനം ഉണ്ടാക്കാനും ഇൻഫ്ലുവൻസേഴ്സിനെ ഉണ്ടാക്കാനും ഒരുപാട് ആളുകളെ അതുവഴി കണ്ടൻറ്റ് കാണിച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ അതുപോലുള്ള കണ്ടൻറ്റുകൾ ഉണ്ടാക്കിയിട്ട് ഈ നേരത്തെ പറഞ്ഞ ഗോസിപ്പൊക്കെ കണ്ടൻറ്റാക്കി എടുത്തിട്ട് അതിന് ആളുകളെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനെ മാധ്യമപ്രവർത്തനം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നവമാധ്യമങ്ങളെന്ന് നിങ്ങൾ വിളിക്കുന്ന എല്ലാ മാധ്യമങ്ങളല്ല എന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന വർഷം 1975 ആകപ്പാടെ ഇന്ത്യയുടെ ജനസംഖ്യ 64 കോടി സംതിങ് ഏതാണ്ട് എന്ന് കണക്ക് കൂട്ടണം. 64 കോടി ആളുകളായിരുന്നു ഇന്ത്യയിൽ ആകെ ഉണ്ടായിരുന്നത്. അതിൽ 1.5% ആളുകൾ മാത്രമേ പത്രം വായിച്ചിരുന്നുള്ളൂ. 1.5%. എൻ്റെ കണക്കല്ല, ക്രിസ്റ്റോഫ് ജാർലോട്ടിൻ്റെ കണക്കാണ്. 1.5% ആളുകൾ മാത്രമേ 64 കോടി ഇന്ത്യക്കാരിൽ അടിയന്തരാവസ്ഥ കാലത്ത് പത്രം വായിച്ചിരുന്നുള്ളൂ. പത്രത്തിൽ വരിക്കാരും വായനക്കാരുമായിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ തന്നെ ആ 1.5%-ൻ്റെ കാൽഭാഗം മാത്രമേ ഇംഗ്ലീഷ് പത്രങ്ങൾ വായിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇന്ദിരാഗാന്ധി ആദ്യ വർഷം 8900 ജേർണലിസ്റ്റുകളെ, ഇതെൻ്റെ കണക്കല്ല, ക്രിസ്റ്റോഫ് ജാഫ്രലോട്ടിൻ്റെ കണക്കാണ്, എമർജൻസിയെ പറ്റിയുള്ള പുസ്തകത്തിൽ നിന്നാണ്, അത്രയും ജേർണലിസ്റ്റുകളെ ജയിലിൽ പിടിച്ചിട്ടു. 2500-ഓളം കേസുകൾ പല മാധ്യമങ്ങൾ സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടായി. നോക്കൂ, വെറും 1.5% ജനത്തിലേക്ക് മാത്രം എത്തുന്ന മാധ്യമങ്ങളുടെ ശക്തി എന്ന് വെച്ചാൽ അത്രക്ക് അസാധ്യമായതുകൊണ്ടാണ്, അത്രക്ക് അപാരമായ ശക്തി ആയതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി ഇവരെല്ലാം പിടിച്ച് ജയിലിലെത്തിട്ടത്. അതിൽ തന്നെ ഇംഗ്ലീഷ്, ആ കാലത്ത് സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് 48 കോടിയോ മറ്റാണ് നമ്മുടെ ജനസംഖ്യ. ഈ 75 എത്തുമ്പോഴേക്ക് 64 കോടിയായിട്ട് മാറിയിട്ടുണ്ട്. ഈ 64 കോടി ജനങ്ങൾ ഇവിടെ ഈ രാജ്യത്ത് അടിയന്തരാവസ്ഥ നടക്കുന്നുണ്ട് എന്ന് പോലും അറിയില്ലായിരുന്നു. അവരവരുടെ ദിനം പ്രതിയുള്ള ജീവിതം തള്ളി നീക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ 3/4 ആളുകൾ നീങ്ങും. അതിനകത്ത് വളരെ ചെറിയ ശതമാനം പേര് മാത്രം വായിച്ചിരുന്ന പരിപാടിയായിരുന്നു ഈ പത്രം. അന്ന് മറ്റ് സാധനങ്ങളൊന്നുമില്ലോ, TV ഒക്കെ വളരെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് ആ പുസ്തകത്തിനകത്ത് വളരെ രസകരമായ ഇത്തരം കണക്കുകളുണ്ട്. അപ്പോൾ ഈ പറയുന്ന വളരെ ചെറിയ സ്വാധീനശേഷി മാത്രമുണ്ട്, അല്ലെങ്കിൽ അത്രയും പേരുകളിലേക്ക് മാത്രമേ എത്തുന്നുള്ളൂ എന്ന് കരുതുന്ന മാധ്യമങ്ങളെ തടയാൻ വേണ്ടിയിട്ട് ഒരു ഭരണാധികാരി ഈ വലിയ തോതിലുള്ള ശ്രമം നടത്തി. എന്തുകൊണ്ടാണ്? അത് വളരെ കുറച്ച് ആളുകൾ മാത്രമേ വായിക്കുന്നുള്ളൂ എങ്കിലും അത് മനുഷ്യരുടെ ഈ പറയുന്ന ആശയങ്ങളെ രൂപീകരിക്കുക, മനുഷ്യരുടെ രാഷ്ട്രീയ ചിന്തയെ രൂപപ്പെടുത്തുക, ഈ പത്രം വായിക്കുന്ന മനുഷ്യരല്ലാത്ത മനുഷ്യരുടെയും ആശയത്തെ രൂപീകരിക്കുക എന്ന സംഗതി നടക്കുന്നതുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത്. അതായത് ഇത് വായിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ, പൊതുപ്രവർത്തകർ അവരുടെ കവല പ്രസംഗങ്ങളിൽ ചെന്നിട്ട് ഈ ഇൻഫർമേഷൻ കൂടെ വെച്ചിട്ട്, ഈ പത്രങ്ങളും മറ്റും നൽകുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് അവരുടേതായ രീതിയിൽ അവർ വളരെ ജൈവമായി സംസാരിച്ചിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സാമൂഹ്യ ചുറ്റുപാടാണ്. അതാണ് മാധ്യമങ്ങളുടെ ശക്തി. അത് ഞാൻ കാണുന്നത് കണ്ടൻറ്റ് മുഴുവൻ അല്ല മറ്റുള്ള മനുഷ്യർ കാണുന്നത്. ഇപ്പോൾ ലക്ഷക്കണക്കിന് മാധ്യമങ്ങളുണ്ട്. ഞാനിന്ന് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു കണക്കെടുക്കാൻ വേണ്ടി നോക്കി, എത്ര മാധ്യമങ്ങളുണ്ടാകും നമ്മൾ ഈ നവമാധ്യമങ്ങളെന്ന് വിളിക്കുന്നത്. കേരളത്തിൻ്റെ സീനിൽ മലയാളം ചെയ്യുന്ന ആളുകളെന്ന് നോക്കുമ്പോൾ അങ്ങനെ ഒരു കണക്ക് കിട്ടാനില്ലാത്ത വിധം അതിഭീകരമാണ്, ബൃഹത്താണ് ഇതിൻ്റെ സംഗതി.
ഇതുകൊണ്ടുണ്ടാകുന്ന പണം എന്നത് അതിബൃഹത്തായതാണ്. നമ്മുടെ തിയേറ്ററുകൾക്ക് മുന്നിൽ ക്യാമറ ചെന്ന് നിൽക്കുന്ന ആളുകളും അവരെ വിളിക്കുന്ന മാധ്യമപ്രവർത്തകരെന്നാണ്. സിനിമാ നടികളോടും നടന്മാരോടും വളരെ മോശമായിട്ടുള്ള, മീൻസ് മറ്റെന്തെങ്കിലും തരത്തിലുള്ള മോശമല്ല, കനമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന മനുഷ്യരുടെ ഇതിന് താഴെ, ബൈറ്റിന് താഴെ മാപ്ര, കണ്ടില്ലേ മാപ്ര എന്ന് വിളിക്കും. ഇവരാണ് മാധ്യമപ്രവർത്തകർ എന്നാണ്. അപ്പം ഞാനിതിനോട് വളരെ വളരെ വിയോജിപ്പുള്ള ആളാണ്. ഈ പണി ഞാനിത് മറുനാടൻ മലയാളിയുടെ ആ ചങ്ങാതിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ഒരു തവണ DYFIയുടെ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ ഞാനിത് അയാൾക്കെതിരായിട്ട് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിനെ വെച്ചപ്പോൾ എന്നെ ഒരുപാട് ആളുകൾ കളിയാക്കി. അതായത് ഗബ്രിയേൽ ഗാർസിയ മാർക്കേസിനെ പോലുള്ള ആളുകൾ ചെയ്ത വൻ പണിയാണ് ഇയാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഈ താരതമ്യമേ ശരിയല്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞത്, ഞാൻ സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പുറത്തിറങ്ങിയിട്ടുണ്ട്. അതായത് മാർക്കേസിൻ്റെ, എന്താ അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല രാമോഹൻ സാർ, അല്ല അദ്ദേഹത്തിൻ്റെ ജേർണലിസ്റ്റ് റൈറ്റിംഗ് മാത്രമേ വന്നിട്ടുണ്ട്. അതായത് ഈ സാഹിത്യത്തിൻ്റെ ഏറ്റവും പരമമായിട്ടുള്ള പദത്തിലെത്തിയ മാർക്കേസ് അത് ചെയ്യുന്നതിന് മുമ്പ്, നോവൽ എഴുതുന്നതിന് മുമ്പ് ഈ പറയുന്ന പത്രപ്രവർത്തകനായിരുന്നു. എല്ലാവർക്കും അറിയാം. പത്രപ്രവർത്തനമായിരിക്കും അദ്ദേഹം എഴുതിയ ടെക്സ്റ്റുകൾ വായിച്ചാൽ അതൊരു വലിയ പുസ്തകമാണ്. അത് വായിച്ചാൽ നമുക്കറിയാം അയാൾ പത്രപ്രവർത്തനമാണ് അവിടെ നടത്തിയത്, കഥയെഴുത്തല്ല നടത്തിയത്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം വളരെ വളരെ വലുതാണ്. അപ്പോൾ ഇങ്ങനെ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ആളുകൾ ചെയ്തിരിക്കുന്ന, വളരെ ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു സമൂഹത്തെ മറ്റും ഷെയ്പ്പ് ചെയ്യുന്ന, മനുഷ്യരുടെ മനസ്സിനെ ഷെയ്പ്പ് ചെയ്യുന്ന പരിപാടിയാണ് മാധ്യമപ്രവർത്തനം എന്ന് വിളിക്കേണ്ടത്. ആ ഒരു മാർക്ക് നിങ്ങൾക്ക് വെക്കണം. അല്ലാതെ ഈ നാട്ടിൽ മൈക്കും കൊണ്ട് നടക്കുന്ന മുഴുവൻ ആളുകളും അവരൊരുപാട് പൈസ ഉണ്ടാക്കുന്നു, അവരൊരുപാട് കണ്ടന്റ് തള്ളുന്നു എന്നതുകൊണ്ട് അവരെ മാധ്യമപ്രവർത്തനം എന്ന് വിളിക്കരുത്. നവമാധ്യമങ്ങളെല്ലാം മാധ്യമങ്ങളല്ല, അല്ല. മധുവേട്ട, ഇപ്പോൾ ഈ പറഞ്ഞല്ലോ, നമ്മൾ ഈ ആശയങ്ങളെ അല്ലെങ്കിൽ ഒരു അഭിപ്രായ രൂപീകരണത്തെ സ്വാധീനിച്ചിരുന്നവരാണെന്ന്. പക്ഷെ ഇപ്പോൾ അത് വേറൊരു രീതിയിൽ ഈ ഒരു പൊതുബോധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു നിർമ്മിതിക്ക് കാരണമാകുന്നു കൂടിയുണ്ട് അല്ലേ? ഇപ്പം ഈ പറഞ്ഞ പോലെ ആളുകൾ തന്നെ ഇരുന്ന് ഹാൻഡിലുകൾ ചെയ്യണം എന്നൊന്നുമില്ല. ഒരു കമ്പ്യൂട്ടേഷൻ ആപ്ലിക്കേഷൻ തന്നെ ആവാം. ആ പേരില്ലാത്തവർ തന്നെ ഒരു ഫോമാറ്റ് ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നു, ട്രെൻഡ് സെറ്റ് ചെയ്യുന്നു, ഒരു ഹാഷ്ടാഗ് ഉണ്ടാക്കി ഏതൊക്കെ ടാർഗറ്റഡ് ഗ്രൂപ്പിന് എത്തണം എന്ന് അവർ ചിന്തിച്ച് അത് ചെയ്യുകയും വളരെ അത് വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, ഇതിലിപ്പോൾ സനീഷ് പറഞ്ഞ കാര്യത്തിലൊരു വ്യക്തത എന്ന് വെച്ചാൽ നവമാധ്യമങ്ങളെല്ലാം മാധ്യമങ്ങളാണോ എന്നുള്ളതിൻ്റെ ഉത്തരമല്ല. ഞാൻ പറഞ്ഞത് മാധ്യമപ്രവർത്തകരാണെന്നോ മാധ്യമങ്ങളെന്നോ വിളിക്കണം എന്നല്ല. നവമാധ്യമങ്ങളെയും മാധ്യമങ്ങളെയും വേർതിരിക്കുന്നത് സങ്കീർണമായൊരു പ്രക്രിയയാണെന്നുള്ളതാണ്. നവമാധ്യമങ്ങളിലെ ഇന്നാൾ മാധ്യമം, ഇന്നാൾ മാധ്യമമല്ല എന്ന് പറയാൻ നമുക്ക് അത് വേർതിരിക്കാനുള്ള പരിമിതികൾ ഈ കാലത്ത് വരും. അതെങ്ങനെ തീരുമാനിക്കുമെന്നുള്ള മാനദണ്ഡം അത് ഏത് നിലയിൽ മാറ്റി നിർത്തപ്പെടും, അല്ല എങ്ങനെ സംഭവിക്കും എന്നുള്ള മാനദണ്ഡം. ഈ പറഞ്ഞ പോലെ ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ആ പ്രോസസ്സ് നടക്കുകയാണ്. മാധ്യമപ്രവർത്തനം ഒരു ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഒരു പ്രോസസ്സ് നടക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ നവമാധ്യമം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട്. അത് ഇവരെ മാധ്യമം എന്ന് വിളിക്കണോ, അതെങ്ങനെ വിളിക്കാതിരിക്കും, ആരൊക്കെ വിളിക്കണം എന്നൊക്കെയുള്ള സങ്കീർണമായൊരു പ്രോസസ്സാണെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിന് ഉത്തരം എനിക്ക് പറയാൻ പറ്റില്ല. അതാണ് ഒരു കാര്യം. രണ്ടാമത്തേത്, ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലം മുന്നേ കണ്ടൊരു വാർത്ത, ഫേസ്ബുക്കിൻ്റെ ഒരു ഉന്നത സ്ഥാനത്തിരുന്ന ഒരാൾ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ IT സെല്ലിൽ അതിൻ്റെ പ്രധാന ചുമതല ഏൽക്കുന്ന ഒരു വാർത്ത നമ്മൾ കണ്ടു. അതായത് അവിടെ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ ഫേസ്ബുക്കുമായി കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് അവർക്ക് തീരുമാനിക്കാൻ പറ്റും. അതാണ് നേരത്തെ രാമമോഹൻ ചേട്ടൻ പറഞ്ഞ കാര്യത്തിൻ്റെയൊക്കെ കാരണം അതൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള ഇടപെടലുകളൊക്കെ നടക്കും. വേണമെങ്കിൽ പണ്ടാരോ പറയുന്ന പോലെ നമ്മൾ ഒരു ഫോൺ വിളിച്ചാൽ സുക്കർബർഗിനൊന്ന് വിളിച്ച് പറഞ്ഞാലോ ഇങ്ങനത്തെ വാർത്ത ഒന്ന് വെക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാവുന്ന സാങ്കേതികത നമ്മൾ ആലോചിക്കുമ്പോൾ കിട്ടുക. ഒരു വ്യക്തിയാണത് നടത്തുന്നതെന്നുള്ള ഒരു പ്രശ്നം അതിനകത്തുണ്ട്. സമ്പത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. പിന്നെ ഇത് പുതിയ കാലത്ത് നമ്മൾ ഇതിനെങ്ങനെയാണ് ഇതിൽ നിന്നും രക്ഷപ്പെട്ട് മാറുക എന്നുള്ളതിൻ്റെ ആലോചന ഒരു സങ്കീർണതയിലേക്കാണ് നമ്മൾ എത്തിക്കുക. അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഞാനൊരു പെട്ടെന്നൊരു കാര്യം പറയാം. ഇപ്പോൾ മാധ്യമപ്രവർത്തനം തന്നെ ഇങ്ങനെയൊക്കെ നടക്കുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസമാണ് കേരളത്തിലൊരു വാർത്ത വന്നത്. തൃശ്ശൂർ ഞാൻ മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന് പറയുന്ന സിനിമ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ തുടക്കത്തിലൊരു രംഗമുണ്ട്. ഈ ബോബി കൊട്ടാരക്കരയും ടീം ഒരു ലോറിയിൽ ഇങ്ങനെ വെള്ളം കൊണ്ടുപോകും. എന്നിട്ട് ആളുകൾ അതിൻ്റെ പിന്നാലെ വെള്ളത്തിന് വേണ്ടി പായും. സമാനമായൊരു കാഴ്ച നമുക്ക് തൃശ്ശൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ഒരു ലോറിയിൽ അരി കൊണ്ടുപോകണം. എന്നിട്ട് 25 രൂപയ്ക്ക് അരി എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് വിതരണം ചെയ്യണം മനുഷ്യന്മാർക്ക്. നമ്മൾ ഈ കാലമൊക്കെ കടന്ന് പ്രാകൃതമായ ഭരണ സംവിധാനമൊക്കെ കടന്നിട്ട് ഒരു ഷോപ്പ് ഉണ്ടാക്കിയിട്ട് റേഷൻ ഷോപ്പിൽ നിന്ന് അരി കൊടുത്ത് വീടുകളിൽ അരി എത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പ്രായമുള്ള ആളുകൾക്ക് വീടുകളിൽ അരി എത്തിക്കാൻ തുടങ്ങിയതിൻ്റെ ആലോചനകൾ നടക്കുകയാണ് രാജ്യത്തും ലോകത്തെല്ലായിടത്തും. കഴിയാത്ത ആളുകൾക്ക് അങ്ങനെയുള്ള പരിഷ്കൃത സമൂഹത്തിലേക്ക് ഒരു അരി ഇങ്ങനെ കൊണ്ടുപോകണം. അത് എനിക്ക് ഓർമ്മ വന്നത് മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നുള്ള ഒരു സിനിമയിലെ രംഗമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതിനെക്കുറിച്ച് നമ്മൾ മാധ്യമങ്ങളിൽ ഇപ്പം പ്രത്യേകിച്ച് മലയാളത്തിൽ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്താ, ഒരു വീട്ടിൽ പോകുന്നു, അരി വെക്കുന്നു. എന്നിട്ട് അരി വെക്കുമ്പം ആ അരിനെ കുറിച്ചുള്ള വർണ്ണനകളാണ്. ആ അരി എങ്ങനെയാണ്, ഏതാണെന്നൊക്കെയാണ്. ശരി, നമുക്ക് 25 രൂപയ്ക്ക് അരി കിട്ടുകയാണ്, നല്ലതാണ്.
പക്ഷേ സമൂഹത്തിലേക്ക് ഇത് എത്തുന്നതിൻ്റെ പ്രോസസ്സ് ഒരാഴ്ച മുന്നെയാണ് സംസ്ഥാന സർക്കാരിന് സപ്ലൈകോയിൽ നിന്ന് അരി ലേലത്തിലെടുത്ത് മാർക്കറ്റിലേക്ക് കൊടുക്കാവുന്ന, ചുരുങ്ങിയ ചിലവ് ലേലത്തിലെടുത്ത് മാർക്കറ്റിലേക്ക് കൊടുക്കാവുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സംവിധാനം അടച്ചു കളഞ്ഞു. അങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇനി സ്വകാര്യ മുതലാളിമാർക്ക് സപ്ലൈക്ക് പോയി ലേലം വാങ്ങിച്ച് മാർക്കറ്റിലേക്ക് അരി എത്തിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സാധനം അടച്ചു കളഞ്ഞു. എന്നിട്ട് ഇതേ അരിയുടെ സാധ്യതയാണ് ഇങ്ങനെ, അത് ഇനി അരിയെത്തുമല്ലോ, അങ്ങനെ അരിയെത്തുമല്ലോ, ഈ തരത്തിൽ വരുന്ന അരി ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ കൊടുത്ത് ആളുകളെ ആകർഷിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ റേഷൻ ഷോപ്പ് വഴി 4 രൂപയ്ക്കും 10 രൂപയ്ക്കും നീലക്കാടിനും വെള്ളക്കാടിനും കൊടുക്കുന്ന അരി എത്തിക്കുകയാണ്. നമുക്കറിയോ? ഇത് അറിയില്ല. 25 രൂപയ്ക്ക് അരി എത്തിക്കുന്നുണ്ട്, അത് ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞ് വാർത്ത വരും. ഇത് മുഖ്യധാര മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയാണ്. ഇതിൻ്റെ വിശദീകരണം വരുന്ന എവിടെയാണ്? ഈ പത്രങ്ങളിലോ ചാനലുകളിലോ നമ്മൾ ആ വാർത്ത കൊടുക്കുന്നില്ല. നമ്മൾ ആ വാർത്ത കൊടുക്കുന്നത് എവിടെയാണ്? സോഷ്യൽ മീഡിയയിലാണ് ആ വാർത്ത കാണുന്നത്. എന്താണ് ഇതിൻ്റെ വസ്തുത നമ്മൾ അറിയില്ല, നമുക്ക് അറിയാനൊരു സാധ്യതയില്ല. അപ്പോൾ ഞാൻ പറയുന്നത്, ഇത് വേറിട്ട് നിർത്തുന്നതിനപ്പുറത്ത് കറക്റ്റ് ചെയ്തുകൊണ്ട് പോകാവുന്ന ഒരു കൂട്ടമായിട്ട് തന്നെ ഇതങ്ങ് പോവാണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ ഇതിൻ്റെ തിരുത്തലുകൾ, ഈ സംഘർഷം ഉണ്ടാവണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സംഘർഷത്തിലൂടെ ഇത് വളർന്ന് സനീഷ് പറഞ്ഞ ലക്ഷ്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ സമ്പത്ത് മൂലധനം കുമിഞ്ഞു കൂടുമ്പോൾ ഉണ്ടാവുന്ന ബ്ലാക്ക് മെയിലിംഗ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി പണിയെടുക്കുന്ന പരിപാടിയൊക്കെ വരും. അതിൻ്റെ സാധ്യതകളുണ്ട്. അതിനെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളത്. നമുക്കറിയില്ല, ഇലക്ഷൻ വരുമ്പോൾ നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളിൽ പരസ്യങ്ങൾ വരുന്നില്ലേ? അതിനപ്പുറത്ത് വാർത്താന്ന് തെറ്റിദ്ധരിപ്പിച്ച് വരുന്ന സാഹചര്യവും രൂപപ്പെട്ടു വന്നു. അപ്പോൾ സാമൂഹ്യ മാധ്യമം ഓരോരുത്തരും അവരവരുടെ സമ്പത്തിന് വേണ്ടി പണിയെടുക്കുന്ന സാധ്യതയുണ്ട്. അത് എങ്ങനെ അടച്ചു കളയാം, അല്ലെങ്കിൽ അതിനെങ്ങനെ മനുഷ്യനിലേക്ക് തിരുത്തലാക്കി മാറ്റാമെന്നുള്ളതാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ ചർച്ചയാണ് നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സംഘർഷത്തിൽ നിന്ന് നമ്മൾ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചയാണ് ഇവിടെയും നടക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഇപ്പം ഇതിനിടയ്ക്ക് പ്രേക്ഷകർക്ക് ചോദിക്കണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം. കൈ ഉയർത്തിയാൽ മതി. മുഖ്യധാര മാധ്യമങ്ങൾ മൂലധന ശക്തിയുടെ പ്രോഡക്റ്റ് അല്ലേ, അതോ നവമാധ്യമങ്ങൾ മാത്രമാണോ എന്നുള്ള എൻ്റെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മുഖ്യധാര മാധ്യമങ്ങളെ, പത്രങ്ങളെയും അതുപോലെ തന്നെ മുഖ്യധാര TV ടെലിവിഷൻ ചാനലിനെയും കണ്ട് വളരുന്ന ഒരു സമൂഹത്തിന് നവമാധ്യമങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ? അതൊന്ന് ഈ മുഖ്യധാര മാധ്യമങ്ങൾ കണ്ടു വളർന്ന ആളുകൾക്ക് നവമാധ്യമങ്ങൾ കൂടെ ഒന്ന്, ഈ നമ്മൾ നേരത്തെ മനോരമയും മാതൃഭൂമിയൊക്കെ വായിച്ച് തുടങ്ങുന്ന, ഇപ്പോൾ ഏഷ്യാനെറ്റൊക്കെ തുടക്കകാലം എന്നുള്ളത്, അന്നും ഈ പറയുന്ന മോശം പ്രസിദ്ധീകരണങ്ങൾ, വല്ലാത്ത ആളുകൾ ഒരുപാട് കൺസ്യൂം ചെയ്യുന്ന പ്രസിദ്ധീകരണങ്ങൾ നമ്മുടെ ഈ പെട്ടിക്കടകളിലൊക്കെ ഉണ്ടായിരുന്നു. അതിനെ പക്ഷേ ആരും മാധ്യമങ്ങൾ, മനോരമയും മാതൃഭൂമിയും പോലുള്ള പത്രങ്ങളാണ് എന്ന മട്ടിൽ വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവന്നിരുന്നില്ല. സ്വകാര്യമായിട്ട് ഉപയോഗിച്ചിരുന്നു, ശരിയാണ്. പക്ഷേ അത്തരം കാര്യങ്ങൾ വല്ലാത്ത തോതിൽ അന്നും ഈ പറയുന്ന, നമ്മളീ പറയുന്ന നവമാധ്യമങ്ങളിലെ മാധ്യമങ്ങളല്ല എന്ന് പറയുന്ന ഗ്രൂപ്പ് മോശം മാധ്യമങ്ങൾ, എനിക്കത് പറയുന്നതിനൊന്നും ഒരു മടിയില്ല. മോശം മാധ്യമങ്ങൾ അന്നും അക്കാലത്തും ഉണ്ട്. പക്ഷേ അത് ഈ സ്വീകാര്യത കിട്ടിയിരുന്നില്ല. ഇപ്പോൾ പക്ഷേ ഈ സ്വീകാര്യതയുണ്ട്. ആളുകൾ ഈ നമ്പർ കാണുമ്പോൾ താഴെ 500K അല്ലെങ്കിൽ 1 മില്യൺ എന്നൊക്കെ കാണുമ്പോൾ ആളുകളുടെ വിചാരം ഇത് ഭയങ്കരമായിട്ട് ഗംഭീരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ നമ്പേഴ്സ്, പണത്തിൻ്റെയും കാഴ്ചക്കാരുടെയും നമ്പേഴ്സ് വർദ്ധിക്കുന്നതോട് കൂടിയിട്ട് സ്വീകാര്യത കിട്ടുന്നു എന്നുള്ളതാണ് ആ തോന്നലുണ്ടാകുന്നതിന് കാരണം. അത് തെറ്റായ കാര്യമാണ് എന്നാണ് ഞാൻ ആവർത്തിച്ച് പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. രണ്ടാമത്, ആദ്യം ചോദിച്ച കാര്യം മൂലധനം ഒരു വസ്തുതയാണ്. ഞാൻ ഈ ഡയലോഗ് അടിച്ചിട്ട് എൻ്റെ ചാനലിൽ 10-22 ആൾ ജോലി ചെയ്യുന്നുണ്ട്, ശമ്പളം കൊടുത്തില്ലേ പ്രശ്നമാണ്. ഞങ്ങൾക്ക് മൂലധനം ഉണ്ടാകുന്നത്, ഞങ്ങൾക്ക് ഈ പരസ്യം ഞങ്ങളുടെ ഈ ഓൺലൈൻ മാധ്യമ രംഗത്തേക്ക് വന്നു തുടങ്ങിയിട്ടില്ല. മധുവാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ ഞങ്ങളുടെ ഈ കണ്ടൻറ്റ് കൊടുത്തിട്ട് ആളുകൾ കണ്ടിട്ട് അതുവഴി ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് മാത്രമാണ് കൂടുതലായിട്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞങ്ങൾ കുറച്ച് ആളുകൾ ജോലി ചെയ്യുന്നത്, ഞങ്ങൾ മാത്രമല്ല ഇതുപോലുള്ള ഒരുപാട് ആളുകൾ. ഈ സമ്മർദ്ദം കൊണ്ടാണ് ആളുകൾക്ക് കൂടുതൽ ആളുകൾ കാണുന്ന കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഈ യൂട്യൂബും ഫേസ്ബുക്കും ഈ മനോരമ പത്രം അല്ലെങ്കിൽ മാതൃഭൂമി പത്രം ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു നെറ്റ്വർക്ക് സംവിധാനം, ഒരു വിതരണ ശൃംഖല ഈ രണ്ട് പത്രങ്ങളും ചേർന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ നൂറ്റാണ്ടുകളായിട്ടുള്ളത് കൊണ്ട് ഈ രണ്ട് പത്രങ്ങൾക്കും നിങ്ങളുടെ വീട്ടിന് മുന്നിൽ നിങ്ങൾ എഴുന്നേറ്റ് ചായ വെച്ച് കോലായിലേക്ക് എത്തുമ്പോഴേക്ക് ഈ പത്രം മുന്നിൽ വന്ന് കിടക്കുന്ന ഒരു സംവിധാനം ഈ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ വളരെ സ്വാഭാവികമായിട്ട് ഉണ്ടായതാണെന്ന് കരുതുക. പക്ഷേ അങ്ങനെയല്ല. അത് വളരെ വർഷങ്ങൾ കൊണ്ട് ഓരോ നാട്ടിലും ചെറിയ പ്രദേശങ്ങളിലും ഒരു രാഷ്ട്രീയ പാർട്ടി അതിൻ്റെ ചെറു സംഘങ്ങൾ ഉണ്ടാക്കി വളർത്തിക്കൊണ്ടിരുന്ന പോലെ ഉണ്ടായിരിക്കുന്ന ഒരു വലിയ നെറ്റ്വർക്കാണ് ഈ രണ്ട് പത്രങ്ങൾ നിലനിർത്തുന്നത്. പത്രങ്ങൾ ഇപ്പോഴും, ഞാൻ പത്രം സ്ഥിരമായിട്ട് 3-4 പത്രങ്ങൾ ഇരുന്ന് വായിക്കുന്ന ആളാണ്. കാരണം പത്രങ്ങൾക്ക് ഇപ്പോഴും മലയാളത്തിൽ, കേരളത്തിൽ വലിയ സ്വാധീനമുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്പേഴ്സൊക്കെ താഴെ പോയിട്ടുണ്ടെങ്കിലും വളരെ സീരിയസ് ആയിട്ടാണ് പത്രങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ ആളുകൾ ഇറക്കുന്നത്. വളരെ സീരിയസ് ആയിട്ടാണ് മുഴുവൻ പണിയെടുക്കാറ്. അപ്പം ഈ നെറ്റ്വർക്ക് ശൃംഖല എവിടെയുണ്ട്? ടെലിവിഷൻ ചാനലുകൾക്കാണെങ്കിൽ പണ്ട് കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്തോ മറ്റോ ഈ പറയുന്ന കേബിള് വലിക്കാൻ വേണ്ടിയിട്ട് അനുവാദം കിട്ടിയിട്ട് 10-50 പൈസ 50 പൈസയോ മറ്റോ കൊടുത്തിട്ടുണ്ടാക്കിയ ഒരു നെറ്റ്വർക്ക് ശൃംഖലയുണ്ട്. ഞങ്ങളുടെ നവമാധ്യമങ്ങളുടെ നെറ്റ്വർക്ക് ശൃംഖല എന്ന് വെച്ചാൽ ഈ ഫേസ്ബുക്കും യൂട്യൂബുമാണ്.
ഞങ്ങൾ മലബാർ ജേണൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു സൈറ്റ് തുടങ്ങിയ ഒരു മനുഷ്യനും വന്ന് അവിടെ വായിക്കില്ല, ഒരു മനുഷ്യനും വായിക്കില്ല. അത് ഞങ്ങൾ ആ കണ്ടൻറ്റ് ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലും, ഞങ്ങളുടെ വിതരണ ശൃംഖല എന്ന് വെച്ചാൽ ഈ ഫേസ്ബുക്കും യൂട്യൂബുമാണ്. അപ്പം ഞങ്ങളെപ്പോലുള്ള ആളുകളെ പിടിക്കാൻ, അല്ലെങ്കിൽ മധുവിനെ പോലുള്ള ആളുകളെ പിടിക്കാൻ ഫേസ്ബുക്ക് വിചാരിച്ചാൽ മതി. അത് നേരത്തെ അദ്ദേഹം പറഞ്ഞ മധുവിൻ്റെ എൻ്റെയൊക്കെ അനുഭവം സമീപകാലത്തുണ്ടായത്. അതായത് ഞങ്ങൾക്ക് മലബാർ ജേണലൊക്കെ തുടങ്ങിയിട്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂ കഷ്ണമൊക്കെ കൊടുത്താൽ ഒരു 2-2 ലക്ഷം പേര് ഒരു 4 മിനിറ്റ് ബൈറ്റ് അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു വർത്തമാനം ഒരു രാഷ്ട്രീയ നേതാവ് കോൺഗ്രസോ BJP യോ CPM ഓ ആകട്ടെ പറഞ്ഞാൽ 4 ലക്ഷം പേര് 450K ആളുകൾ അത് കാണും. പക്ഷേ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ ഫോണിലും കൂടെ നോക്കിയാൽ എനിക്ക് മനസ്സിലാവും. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 450K എന്നത് 450 എന്ന സിംഗിൾ നമ്പറായിട്ട് മാറി. അത്രക്ക് ഹ്യൂജ് ആയിട്ടുള്ള ഇറക്കാണ് ഉണ്ടായത്. അതായത് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോഴേ, ഞാൻ ഇടതുപക്ഷക്കാരനാണ്, ഇടതുപക്ഷ മനസ്സിലൊരാളാണ്. ഞാൻ ഇത്തരം ആളുകളെ മാത്രമേ കാണാറുള്ളൂ. ഈ കമ്മികളും ഈ പറയുന്ന വൈഡ് ഇടതുപക്ഷക്കാരുടെയും മാത്രം കണ്ടന്റാണല്ലോ ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഞാൻ സങ്കടപ്പെടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഷോഡജ സംസ്കാരം എനിക്ക് എന്താണെന്ന് അറിയില്ല. അല്ലെങ്കിൽ പിന്നെ എന്താണ്, ഇങ്ങനെ 100,000 പ്രാണപ്രതിഷ്ഠ മാതിരിയുള്ള പുതിയ കാലത്ത് പരിചയിച്ച ഒരുപാട് ടെക്സ്റ്റുകളുമായിട്ട് കണ്ടന്റ് എൻ്റെ ഫോണിലേക്ക് പൊങ്ങി വരിക. അതിന് വലിയ നമ്പേഴ്സ് ഉണ്ട്. ഈ തരം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്ന പോലുള്ള കുറെ കൂടെ അതിൽ നിന്ന് മാറി നിൽക്കുന്ന കാര്യങ്ങൾ താഴേക്ക് പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വിതരണ ശൃംഖലയെ കട്ട് ചെയ്താൽ മതി. നിങ്ങൾ പണ്ട് രാഷ്ട്രീയ പാർട്ടികൾ മനോരമയോട് ദേഷ്യം ഉണ്ടായാൽ, മാതൃഭൂമിയോട് ദേഷ്യം ഉണ്ടായാൽ ആ പത്രവും കൊണ്ട് വരുന്ന സൈക്കിളുകാരനെ തടഞ്ഞു നിർത്തിയിട്ട് കത്തിച്ച് കളയും. ഇതായിരുന്നു പണ്ട് ചെയ്തു വരുന്നത്. വളരെ അപൂർവമായിട്ടാണ്, കേരളത്തിൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങളില്ല. പക്ഷേ വളരെ അപൂർവമായിട്ട് വളരെ ഹോട്ടായിട്ടുള്ള സംഗതികൾ ഉണ്ടാകുമ്പോൾ ഈ വിതരണ ശൃംഖല കട്ട് ചെയ്ത് കളയും. കേബിൾ TV കട്ട് ചെയ്ത് കളയും. എല്ലാവർക്കും ഒരേ കേബിൾ TV കട്ട് ചെയ്ത് കളയും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ കട്ട് ചെയ്യും. വളരെ അപൂർവമായിട്ടാണ്, കേരളം കുറച്ച് കൊള്ളാവുന്ന ഒരു സ്ഥലമായിട്ട് വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഇത് കട്ട് ചെയ്ത് കളയുന്നത് ഈ ഫേസ്ബുക്കും യൂട്യൂബുമാണ്. ഞാൻ വിചാരിക്കുന്നില്ല ഫേസ്ബുക്കിനോട് ഈ അമിത്ഷായോ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ആളുകളോ വിളിച്ചിട്ട് ഇത് കട്ട് ചെയ്ത് കളയൂ, മലബാർ ജേണലിനെയും KV മധുവിനും പണി കൊടുക്കൂ എന്നൊന്നും പറയുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. ഇത് ഇവർ ചെയ്യുന്നതാണ്. ഇത് ചൈന പോലുള്ള വലിയ കമ്പോളങ്ങളിൽ ഈ സുക്കർബർഗിന് ഫേസ്ബുക്ക് കൊണ്ടുപോയിട്ട് നടത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെയൊക്കെ അവരുടേതായിട്ടുള്ള, കുറച്ചുകൂടെ രാമോഹൻ സാർ പറയും, കുറച്ചുകൂടെ അവരുടേതായിട്ടുള്ള ചില നെറ്റ്വർക്കിംഗ് സംഗതികളൊക്കെ അവിടെ. അപ്പോൾ ഫേസ്ബുക്കിന് ഇന്ത്യ എന്ന് വെച്ചാൽ വളരെ വളരെ പ്രധാനപ്പെട്ട മാർക്കറ്റാണ്. ഇവിടെയൊന്നും ഈ ഭരണകൂടത്തോട്, അതും അമിതമായിട്ട് അധികാരം പ്രയോഗിക്കുന്ന ഒരു ഭരണകൂടത്തോട് വെല്ലുവിളിച്ചുകൊണ്ട് ഈ കണ്ടന്റ്, നിങ്ങളുടെ എല്ലാ കണ്ടന്റും പുഷ് ചെയ്ത് തരാമെന്നുള്ള കമ്മിറ്റ്മെൻ്റ് ഒന്നും അവർക്കില്ല. അതുകൊണ്ട് സമീപകാലത്ത് ഇലക്ഷൻ ആംബിയൻസിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ വളരെ വളരെ പ്രകടമാണ്. അത് ഞങ്ങളുടെ റവന്യൂ സാധ്യതകളെ വളരെ ഭീമാകാരമായിട്ടുള്ള തോതിൽ ഇത് ചെയ്യുകയാണ്. പക്ഷെ അപ്പോഴും ഞാൻ പറയും, അത് എന്തെങ്കിലുമൊക്കെ വഴി കാണണം. ഈ പൊതു സംവിധാനങ്ങൾ, ഞാനൊരു കണക്ക് കണ്ടത് മനോരമക്കും മാതൃഭൂമിക്കൊക്കെ 10-30 കോടിയാണ് ഒരു വർഷം സർക്കാർ ഭാഗത്ത് നിന്ന് പരസ്യം കിട്ടുന്നത്. ഞാൻ പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണ് വർഷം കോടിക്കണക്കിന് രൂപ. ഇത് ഞങ്ങളെപ്പോലുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് തരണം. അത് തന്നിട്ട് ഞങ്ങളെ കൂടെ നിലനിർത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ കാര്യം. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, മധു നേരത്തെ പറഞ്ഞതുപോലെ ആർക്കാ കൊടുക്കുക എന്നാൽ സനീഷിനും മധുവിനും കൊടുത്തേക്കാം എന്ന് വിചാരിക്കാൻ പറ്റില്ല. നവമാധ്യമങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സ്പെക്ട്രം ആളുകൾ, ഒരുപാട് ആളുകൾ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആർക്ക് കൊടുക്കുന്നുള്ള പ്രശ്നം പിന്നെ കൂടുതൽ വരിക്കാരുള്ള പത്രത്തിന് കൂടുതൽ പൈസ, കൂടുതൽ കാഴ്ചക്കാരുള്ള TV-ക്ക് കൂടുതൽ പൈസ എന്നതാണ് ഈ പരസ്യം കൊടുക്കാനുള്ള സർക്കാരിൻ്റെ ഒരു മാനദണ്ഡം. കൂടുതൽ കാഴ്ചക്കാരുള്ള നവമാധ്യമത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഈ ആളുകൾക്കാണ് കൂടുതൽ കിട്ടുക, ഞങ്ങൾക്കൊന്നും ഒരു പൈസയും കിട്ടില്ല. ഞങ്ങൾ അത്ര വലിയ ആൾക്കാരല്ല ഞങ്ങളെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണ്. എൻ്റെ ചോദ്യം എൻ്റെ ചോദ്യം സനീഷിനോടാണ്. ചോദ്യമല്ല, ഞാൻ ചെറിയ വിയോജിപ്പ് പറയാം. നമ്മുടെ ഇപ്പം അങ്ങ് പറഞ്ഞല്ലോ, മറ്റേ മാധ്യമ പ്രവർത്തനത്തിൽ സേട്ടർ സ്റ്റാൻഡേർഡിൽ വെച്ചാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് മൈക്ക് എടുക്കുന്ന എല്ലാവരും മാധ്യമ പ്രവർത്തകരായില്ല എന്നുള്ളത്. അതിനകത്തൊരു വിയോജിപ്പ്, നിങ്ങളൊരു നമ്മളെ കോളേജ് പഠിക്കുന്ന കാലത്തായിരിക്കും 94 ചാരവൃത്തി എന്ന് പറഞ്ഞ സംഭവം നടന്നു. അന്ന് കേരളത്തിലെ 4 പത്രങ്ങളാണ് യഥാർത്ഥത്തിൽ ആ സ്ഥാനം സൃഷ്ടിച്ചെടുത്തത്. അതിനുശേഷം 2008-09 കാലഘട്ടത്തിൽ K. കരുണാകരൻ മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തോടൊരു ഇൻ്റർവ്യൂ ഞാൻ ചോദിക്കാൻ സമയം കിട്ടി. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താ അറിയാമോ, ഒരു ചാനലുകാരൻ, ഒരു വീഡിയോക്കാരൻ, എന്നാൽ പുള്ളി ഒരു വീഡിയോക്കാരൻ അല്ലെങ്കിൽ ഇതുപോലെ മൊബൈൽ ക്യാമറക്കാരൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കന്ന് പലതും ഈ 4 പത്രങ്ങൾക്കെതിരെ പറയായിരുന്നു. പക്ഷേ ഞാൻ അവിടെ നിഷ്പ്രഭനായിപ്പോയി. കാരണം ഈ പ്രധാനപ്പെട്ട 4 പത്രങ്ങൾ, പിന്നെ ദൂരദർശൻ മാത്രമേ ഉള്ളൂ, ഏഷ്യാനെറ്റ് അന്ന് വളരെ ചുരുക്കം, തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. ഞാൻ നിഷ്പ്രഭനായി പോയി എന്നാണ് ആ വ്യക്തി പറഞ്ഞത്. കാരണം എനിക്ക് പറയാനുള്ളത് എന്ത്, യഥാർത്ഥത്തിൽ സത്യം എന്തെന്ന് ഞാനിത് ആരോട് പറയും? അപ്പോൾ 2009 2024 എത്തുമ്പോൾ കേരളത്തിലെ എത്ര വലിയ പ്രമുഖ മാധ്യമങ്ങൾ ഒരുമിച്ച് നിന്ന് ഒരാൾക്കെതിരെ തിരിഞ്ഞാലും അയാളുടെ മൊബൈൽ ഫോൺ വഴി കാര്യങ്ങൾ പറയാം. ആ മൊബൈൽ ഫോണിൽ കൃത്യമായി ഈ 4 പേർ അല്ലെങ്കിൽ ഈ 6 പേർ, ഈ 15 പേർ പറയുന്നത് വസ്തുതാപരമായി തെറ്റാണ്, ഇതാണ് എൻ്റെ യഥാർത്ഥ വസ്തുത എന്ന് പറയാനുള്ള ഒരു അന്തരീക്ഷം രൂപപ്പെട്ടത് ഈ നവമാധ്യമങ്ങളുടെ കാലത്തിലൂടെയാണ്. അപ്പോൾ ഞാൻ ചാരവൃത്തി കേസിൻ്റെ കാര്യം എടുത്ത് പറയാം. കാരണം അതൊരു വലിയൊരു ബ്ലണ്ടറായിരുന്നു കേരളത്തിൽ. സക്രിയ മാത്രമേ അത് ആദ്യം പറഞ്ഞുള്ളൂ. പിന്നീട് അന്ന് കേരളത്തിൽ 4 പത്രങ്ങൾക്ക് 4 വിരുദ്ധമായ വികാരങ്ങളായിരുന്നു.
പക്ഷേ ഈ ഇതുണ്ടാക്കുന്ന കാര്യത്തിൽ ഒറ്റ മനസ്സാണെങ്കിൽ അത് ഞാൻ വേറെ പൊളിറ്റിക്സ് അതിനകത്തേക്ക് പോകുന്നില്ല. പക്ഷെ അന്ന് ഈ 2009 അദ്ദേഹം മരിക്കുന്ന ഒരു വർഷം മുമ്പ് എന്നോട് പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നു. ഒരു വീഡിയോക്കാരൻ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നത്. പക്ഷെ ഇന്ന് ഈ ഇവിടെയുള്ള മുഴുവൻ മാധ്യമങ്ങളെ എതിർത്ത ഒരാൾക്കെതിരെ, ഒരു രാഷ്ട്രീയ നേതാവിനെതിരെയോ പൊതുപ്രവർത്തകനെതിരെയോ ബിസിനസ്സുകാരെ എതിർത്തുന്ന അയാൾക്ക് പറയാം, അയാളുടെ മൊബൈൽ വെച്ച് പറയാം ഇതാ ഈ പറയുന്നത് കള്ളമാണ്, ഇതാണ് ശരിയെന്നുള്ളത്. അപ്പോൾ അതൊരു നവമാധ്യമങ്ങൾ മാധ്യമം തന്നെയാണ് എന്നുള്ളതാണ്. അല്ല, ഞാനത് താങ്കളുടെ അഭിപ്രായമായിട്ട് എടുക്കുന്നു. ഞാനതിൽ കുറേയേറെ യോജിക്കുന്നതാണ്. നവമാധ്യമങ്ങളെ കൊണ്ട് ഫേസ്ബുക്കിനെ കൊണ്ടോ മറ്റേ യൂട്യൂബ് പോലുള്ള സംവിധാനങ്ങളെ കൊണ്ടോ ഒരു ഉപകാരമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇതിലാണല്ലോ ഞങ്ങൾ മടിയെടുക്കുന്നത്. പക്ഷേ ഇതിനൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ തുടക്കത്തിൽ യൂബർ വരുന്നു, തുടക്കത്തിൽ നിങ്ങൾക്ക് നല്ല ലാഭത്തിൽ ഓടുന്നു. പിന്നെ അതുപോലെ ഇത് ആദ്യം വന്ന സംഗതിയല്ല ഇപ്പോൾ എന്ന് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. ഇത് അന്ന് താങ്കളിപ്പോൾ പറഞ്ഞ ശ്രീകുമാർ ഇപ്പോൾ പറഞ്ഞ അദ്ദേഹം സൗത്ത് ലൈവിലും മറ്റുമൊക്കെ ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട മുതിർന്ന മാധ്യമപ്രവർത്തകനാണ്. താങ്കളിപ്പോൾ പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ, അതായത് അന്ന് മാധ്യമങ്ങൾ തീരുമാനിച്ചാൽ കാര്യങ്ങളെ അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ വളച്ചൊടിക്കാമായിരുന്നു. സാധാരണ വ്യക്തിക്ക് എന്തെങ്കിലും അതിനെതിരെ വല്ലതും പറയാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെ സാധാരണക്കാർക്ക് കൂടെ അവസരം കിട്ടിയിരിക്കുന്നു എന്ന് വിചാരിക്കുന്ന ഈ നവമാധ്യമങ്ങൾ അവരുടെ കയ്യിലാണെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരു കണ്ടന്റ് നാളെ സത്യസന്ധമായിട്ടൊരു സാധനം കൊടുത്താൽ ആ കണ്ടന്റ് എവിടെ വരെ പോകണം? ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇതുകൂടെ പറഞ്ഞ് നിർത്താം, മറ്റു രണ്ടുപേരോടും കൂടെ ചോദിക്കണം. അതായത് ബിൽക്കീസ് ബാനു കേസിലെ ഏറ്റവും നിർണായകമായൊരു വിധി വന്ന ദിവസം ഞാൻ പിറ്റേന്ന് രാവിലെ പത്രം എടുത്ത് നോക്കുമ്പോഴും മനോരമയും മാതൃഭൂമിയും ദേശാഭിമാനിയും മാധ്യമവും അടക്കം നമ്മുടെ എല്ലാ പത്രങ്ങളിലും വലിയ വാർത്തയാണ് ഫ്രണ്ടിലിത്. വലിയ നേട്ടം, ബിൽക്കീസ് ബാനു, വലിയ സന്തോഷകരമായ ആശ്വാസകരമായ സമീപകാലം വായിച്ച പത്രം വായിച്ച ഏറ്റവും ആശ്വാസകരമായ ദിവസമാണെന്ന്. അതിൻ്റെ സെൻട്രൽ സ്പെക്ട് നടത്തിയാൽ എഡിറ്റ് പേജിൽ എഡിറ്റോറിയലായിട്ട് ഒരു 5 8 10 സ്റ്റോറി ബിൽക്കീസ് ബാനുവിൻ്റെ നിരന്തര സമരത്തെക്കുറിച്ചും അതിൽ നീതിന്യായ പീഠം ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ളൊരു വിധി വൈകിയെങ്കിലും കൊണ്ടുവന്നതിലെ സന്തോഷവും ഒക്കെ ആയിട്ട് വളരെ വളരെ ഗംഭീരമായിട്ടുള്ള പേജുകൾ എല്ലാവരും തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, നേരത്തെ അദ്ദേഹം അത് പറഞ്ഞു, മധുവിനോട് ചോദിച്ചു നോക്കൂ, എന്നോട് ചോദിച്ചു നോക്കൂ. നമ്മൾ നവമാധ്യമങ്ങൾക്കകത്ത് ഇതേപോലുള്ള ഒരു കണ്ടന്റ്, ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോമിൽ 3 മിനിറ്റുള്ള ഒരു കണ്ടന്റ് ഞാൻ ഇട്ടപ്പോൾ എനിക്ക് നോർമലി ഏറ്റവും ചുരുങ്ങിയത് 20,000 ആളുകൾ കാണുന്നത് അന്ന് കണ്ടത് 10 ആളാണ്. നിങ്ങൾ വിശ്വസിക്കുക, 1 മണിക്കൂറിനകത്ത് 10 ആളാണ് കണ്ടത്. 10 പേര്, നിങ്ങൾ വിശ്വസിക്കുമോ? 10 പേരാണ് കണ്ടത്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് ജനകീയമായിട്ടുള്ള ആളുകളുടെ കയ്യിലല്ല ഈ സാധനം ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു സ്വിച്ച് താഴ്ത്തിയാൽ അവർക്കിത് കാണിക്കാതിരിക്കാം, ഇത് എന്തുകൊണ്ടാണെന്നറിയോ? അതായത് അതിന് ഞാനത് അന്വേഷിച്ചു, ബിൽക്കീസ് ബാനു എന്തുകൊണ്ട്. ബിൽക്കീസ് ബാനുവിൻ്റെ കേസ് മാത്രമല്ല അതിലെ കാര്യം. നിങ്ങൾക്ക് ബിൽക്കീസ് ബാനുവിൻ്റെ കേസ് പറയുമ്പോൾ റേപ്പ് എന്ന വാക്ക് പറയാതെ ആ കേസ് പറയാൻ പറ്റില്ല. നിങ്ങൾ ആ മനോരമ പത്രത്തിൻ്റെയും മാതൃഭൂമി പത്രത്തിൻ്റെയും എഡിറ്റ് പേജ് മുഴുവൻ ലേഖനങ്ങൾ വായിച്ചാൽ ബലാത്സംഗം എന്ന അതിനകത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ്, ആണല്ലോ. ബലാത്സംഗം എന്ന റേപ്പ് എന്ന വാക്ക് ഉപയോഗിച്ചാൽ അത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡിന് എതിരാണ്, വയലേഷനാണ് എന്ന് പറഞ്ഞ് ഇവർ താഴ്ത്തും. അതൊരു കാര്യം മാത്രമാണ്. ഇത് ഈ വാർത്തയോട് പൊതുവിൽ തന്നെയുള്ള ഒരു നിസ്സഹരണമുണ്ട്. ഇത് ആരാലും നിയന്ത്രിക്കപ്പെടാതെ നിങ്ങളൊരു പൊതു മാധ്യമത്തിനകത്ത് നിന്നിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞാൽ ഉടനെ ആളുകൾ കാണും എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. നമ്മൾ ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അത് തെറ്റാണ്. ഇതിൻ്റെ കൺട്രോൾ അവരുടെ കയ്യിലാണുള്ളത്, ഇതിൻ്റെ സ്വിച്ച് അവരുടെ കയ്യിലാണ്. ട്വിറ്റർ ഇന്ത്യ മുൻ മേധാവി തന്നെ വെളിപ്പെടുത്തിയ കാര്യമാണല്ലോ. കർഷക സമരങ്ങൾ നടക്കുമ്പം കർഷകർക്ക് അല്ലെങ്കിൽ സർക്കാരിനെതിരായ വാർത്തകൾ ഇടുന്ന ഹാൻഡിലുകൾ ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഭീഷണിപ്പെടുത്തിയ കാലമാണ്. ഇതുണ്ടാക്കുന്ന സമ്മർദ്ദം എന്നത്, ഞാനിപ്പോൾ ഇതെല്ലാം ഇവിടെ പറഞ്ഞു പോയിട്ട് എനിക്ക് എൻ്റെ ഓഫീസിലേക്ക് പോയി ആൾക്കാർക്ക് ശമ്പളം കൊടുക്കണം. ഇതുണ്ടാകുന്ന സമ്മർദ്ദം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഭീമൻ രഘു പിന്നെ ഒരു പൊതുവേദിയിൽ കയറിയിട്ട് അത് തെറി പറഞ്ഞു. നമ്മൾ നോർമലി നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീഡിയോ എന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടു, കുറേ പേര് കണ്ടിട്ടുണ്ടാവും. ഒരു തെറി പറഞ്ഞു, തെറിവാക്ക് ഒരു പൊതുവേദിയിൽ കയറിയിട്ട് അയാൾ എന്തോ ഒരു വളരെ നമ്മൾ പൊതുവേദിയിൽ പറയാത്ത ഒരു അടുത്ത സുഹൃത്തുക്കളല്ലാത്തയിടത്ത് പറയാത്ത ഒരു അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായിട്ടുള്ള തെറി പറഞ്ഞു, തെറിവാക്ക് പറഞ്ഞു. ഈ വീഡിയോ നോർമലി നമ്മളുടെ എല്ലാവരും നമ്മുടെ ഫോണുകളിലേക്കാണ് വരുന്നത്, വീഡിയോ വല്ലാത്ത തോതിൽ പരന്നു. ഞാനും കണ്ടു, ഒരുപാട് ആളുകൾ കണ്ടു. എനിക്ക് ഉറപ്പാണ് ഒരു 3 വർഷം മുമ്പായിരുന്നെങ്കിൽ മലയാള മനോരമയിൽ ആ വാർത്ത വരില്ല, ഉറപ്പായിട്ടും വരില്ല. മനോരമയുടെ ഓൺലൈനിൽ ആ വാർത്ത വന്നു. മനോരമയുടെ ഓൺലൈനിൽ ഞാൻ അത്ഭുതത്തോടെ ഞാൻ നോക്കി. മനോരമയുടെ ഓൺലൈന് മനോരമയെ പറ്റി എന്തൊക്കെ കുറ്റം പറഞ്ഞാലും മനോരമ അവർക്ക് വെച്ചിരിക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു മാർക്കുണ്ട്. ആ മാർക്കിനപ്പുറത്തേക്കൊന്നും അവർ പോകാറില്ല. അത് ആ മാർക്കിനോട് നിങ്ങൾക്ക് യോജിക്കാമെന്നേ ഉള്ളൂ, പക്ഷേ ആ മാർക്ക് അവിടെയുണ്ട്. നമ്മുടെ ഒരു മധ്യ കേരള മലയാളിയുടെ ഒരു സദാചാര മാർക്കുണ്ട് അവിടെ. അതിന് ആ മാർക്കിനപ്പുറത്തേക്കുള്ള വാർത്ത പോലും വന്നു അതിനകത്ത്. എന്തുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്? ഞാൻ ആളുകളിൽ നിന്ന് സംസാരിച്ച ഇതിന് കൃത്യമായ കണക്ക്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്റ്റോഫ് ജാഫ്രിലോട്ടിൻ്റെ പുസ്തകത്തിനടുത്ത കണക്കല്ല, അതുകൊണ്ട് ഈ കണക്കിൻ്റെ ആധികാരികത എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ഞാൻ പറയട്ടെ, ആഴ്ചയിൽ 35 മില്യൺ വ്യൂസ് മനോരമ, മാതൃഭൂമി, പിന്നെ 24 അല്ലെങ്കിൽ ഏഷ്യാനെറ്റ് തുടങ്ങിയ ഏറ്റവും മുകളിൽ തട്ടിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട നമ്മുടെ മാധ്യമ സ്ഥാപനങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്ക് അവർ കൊടുക്കുന്ന വീഡിയോസിന് 35 മില്യൺ വ്യൂസ് ആഴ്ചയിൽ കിട്ടാറുണ്ടായിരുന്നത് കഴിഞ്ഞ ഒരു 4 ആഴ്ചയോ 5 ആഴ്ചയോ ആയിട്ട്, അല്ലെങ്കിൽ ഒരു 1-2 മാസമായിട്ട് അത് 15 മില്യണിലേക്ക് താഴ്ന്നു. 20 മില്യൺ വ്യൂസ് നിങ്ങൾ കുറഞ്ഞു.
ഇത് ഞാൻ എൻ്റെ വ്യൂസ് ആകെ പോയി എന്ന് കരുതി ഞാൻ മധുവിനെ വിളിക്കുന്നു, മധു എന്നെ വിളിക്കുന്നു, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു, എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എങ്ങനെ കൊടുക്കും പൈസ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് വിശാലമായിട്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ എല്ലാവരെയും ബാധിച്ച കേസാണ്. മാതൃഭൂമിയോ മനോരമയോ അത് ബാധിച്ചാൽ പെട്ടെന്ന് മാതൃഭൂമിയോ മനോരമയോ അത് കുലുക്കുകയൊന്നുമില്ല. പക്ഷേ അതുണ്ടാക്കുന്ന, ഞാനത് മനോരമയുടെ ആകപ്പാടുള്ള ഐഡിയ ആയിട്ട് പറഞ്ഞില്ല, പക്ഷേ അതുണ്ടാക്കുന്ന സമ്മർദ്ദം ഇത്രയും നാൾ ഒരു ടെക്സ്റ്റ് കൊടുത്താൽ അല്ലെങ്കിൽ വീഡിയോ കൊടുത്താൽ ഇത്ര വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു ജേർണലിസ്റ്റിന് അതിൻ്റെ ചുമതലയുള്ള ഒരാളുടെ മേലെ വലിയ സമ്മർദ്ദമാണ്. ആ സമ്മർദ്ദം ഉണ്ടാക്കലാണ് ഇവർ ചെയ്യുന്നൊരു പരിപാടി. ആ സമ്മർദ്ദം ഉണ്ടായി കഴിഞ്ഞാൽ നാളെ ഈ വലിയ ഗീർവാണ പ്രസംഗം അടിച്ച ഞാൻ ചെന്നിട്ട് നാളെ ഇതുപോലുള്ള കണ്ടന്റ് ഉണ്ടാക്കിയാൽ നിങ്ങൾ എന്നെ ചീത്തയൊന്നും വിളിക്കരുത്, മനസ്സിൽ വിളിച്ചാൽ മതി. കാരണം ആ സമ്മർദ്ദം എന്ന് വെച്ചാൽ അത്രമേൽ ഭീകരമാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമെന്നതുകൊണ്ട് ഇത് പറയാതിരിക്കുന്നതിൽ കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ശ്രീമാനോട് ഞാൻ വിയോജിക്കുകയാണ്. ആ നിങ്ങൾ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് എല്ലാം വളരെ വാലിഡ് ആണെങ്കിൽ തന്നെയും, ചാരക്കേസിലെ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടാണ് നിങ്ങൾ പറഞ്ഞതെങ്കിൽ പോലും ഈ സാധനം നമ്മൾ വിചാരിക്കുന്ന പോലെ ജനകീയമായിട്ട് ആളുകൾ ഉപയോഗിക്കുന്ന കൈകളിലല്ല ഉള്ളത്, ഉറപ്പായിട്ടും അല്ല ഉള്ളത്. ഓക്കെ, ചോദ്യത്തിന് മുമ്പേ മധുവേട്ട ഇതിനോട് ചേർത്ത് സനീഷൻ്റെ ഒരു മാധ്യമ സ്ഥാപനം എന്ന രീതിയിലാണല്ലോ പ്രവർത്തിക്കുന്നത്. മധുവേട്ടൻ നേരെ തിരിച്ചാണ്, ഒരു ഇൻഡിവിജ്വൽ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ മധുവേട്ടൻ്റെ എത്തരത്തിൽ ഇങ്ങനെ ഒരു സമ്മർദ്ദം ഉണ്ടാവാറുണ്ടോ? അതിൽ അവിടെ കുറച്ചൊരു ഫ്രീഡം ഉണ്ടോ? എന്താ തോന്നുന്നത്? അല്ല, ഇതിനകത്ത് ഒരു കാര്യം, ഇത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നിലനിൽക്കാനുള്ള അടിസ്ഥാന കാര്യം വേണം എന്നുള്ളതാണ്, പൈസ കിട്ടുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം തീരുമാനിക്കാൻ കഴിയുന്നത് വ്യക്തിപരമായി ഇറങ്ങുന്ന ആളുകൾക്കുള്ള ഒരു കാര്യം, മുന്നിൽ മാർക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്താണെന്നുള്ളത് തീരുമാനിക്കണം. അത് ആരുടെയും കയ്യിൽ നിന്ന് നേരിട്ട് പ്രതിഫലം വാങ്ങിച്ചൊരു പണിയെടുക്കലാണോ അല്ലെങ്കിൽ ഒരു പൈസ വാങ്ങിച്ച് വാർത്ത കൊടുക്കുന്ന പരിപാടിയാണോ എന്നുള്ളത് തീരുമാനിക്കണം എന്നാണ്. അപ്പോൾ അത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള ഒരു ഇടം ഇവിടെയുണ്ട്. അത് നമ്മൾ ആദ്യം കാണണം. കാരണം ഈ മിനിമം വ്യൂവേഴ്സും അതിൻ്റെ മറ്റ് നിബന്ധനകളൊക്കെ വെച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ നേരിട്ട് ആരെയും ആശ്രയിക്കേണ്ട. ഇപ്പോൾ ഫേസ്ബുക്കോ യൂട്യൂബോ ഒക്കെ അതിനുള്ള മോണിറ്റൈസേഷൻ സംവിധാനം ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാലോ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രത്യക്ഷത്തിൽ കടപ്പെട്ടവനായി നിൽക്കേണ്ട എന്ത് പറയുന്നതിന്, അതാരായാലും അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല. പിന്നെയുള്ളത് ഈ പറഞ്ഞ പോലെ മൂലധന ശക്തി, അത് ഇതിൻ്റെ ഉടമകൾ ഉണ്ടാക്കുന്ന ചില നിബന്ധനകളാണ്. അത് നമ്മൾ നേരിട്ടുള്ള അനുഭവത്തിലൂടെയാണ് നമുക്ക് അറിയുക. ഇതുപോലെയുള്ള വിഷയങ്ങൾ വരുമ്പം അതിന് ചില പരിമിതികൾ അവർ വെച്ചിട്ടുണ്ട് എന്നുള്ളത് അറിയുക. അവിടെ തന്നെ നമ്മൾ ഇതിനെ തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക എന്നുള്ളതല്ലാതെ വേറെ മാർഗവും നമ്മുടെ മുമ്പിലില്ല. അത് എന്നുള്ള തിരിച്ചറിവാണ് എനിക്കുള്ളത്. ഇത് നിരന്തരം തിരിച്ചറിയുക, ഇതുപോലെയുള്ള സംഘർഷങ്ങളിൽ ഏർപ്പെടുക, അതിൻ്റെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് അതിലാദ്യമായിട്ട് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് നമ്മളിപ്പോൾ 2003 ഇന്ത്യ വിഷൻ വരുന്നു അല്ലേ, 93 ഏഷ്യാനെറ്റ് വരുന്നു. ഈ ഘട്ടങ്ങളിലൊക്കെ വിഷ്വൽ മീഡിയ അല്ലെങ്കിൽ ന്യൂസ് ചാനൽ 2003 വരുമ്പോൾ 24 മണിക്കൂറും വാർത്തയാണ്. അപ്പം നമ്മളൊക്കെ പറഞ്ഞ് പത്രം മൊത്തം പൂട്ടിപ്പോവാണ്, ഇനിയിപ്പോൾ ഇത് നിൽക്കില്ല എന്നാണ് പറഞ്ഞത്. ഈ 2024 എത്തുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത്, നേരത്തെ ഞാൻ പറഞ്ഞ ABC സർക്കുലേഷൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട്, പത്രങ്ങൾ ഇപ്പോഴും 100-130 കൊല്ലമായിട്ടും അതിൻ്റെ കുറവിൽ വലിയ പരിമിതി ഉണ്ട്, അത്രയൊന്നും കുറഞ്ഞിട്ടില്ല. പക്ഷേ ചാനലുകൾക്ക് സംഭവിക്കുന്നത് എന്താ, ന്യൂസ് ചാനലുകൾക്കും കോവിഡിന് ശേഷം 30% വ്യൂവേഴ്സ് കുറയുന്നതാണ്. ന്യൂസ് ചാനലുകൾക്ക് മാത്രമല്ല, ആനുപാതികമായി വിഷ്വൽ മീഡിയക്ക് മലയാളത്തിൽ ബാർക്കിലൊക്കെ നമ്മൾ കാണുന്നത് 30% വ്യൂവേഴ്സ് കുറയുന്നതായിട്ട് കാണുന്നു. അപ്പോൾ ഇത് എന്താ സംഭവിക്കുന്നത്, പത്രങ്ങൾ പോകുമെന്ന് പറഞ്ഞാൽ 25 കൊല്ലമാകുമ്പോഴേ ചാനലുകളാണ് ഈ സമയത്ത് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിൻ്റെ സ്വാഭാവികമായ കാര്യം ഉള്ളടക്കത്തിൻ്റെ തന്നെയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ സോഷ്യൽ മീഡിയനെ നിരന്തരം നമ്മൾ ഈ കാര്യങ്ങൾ ഈവാലുവേഷൻ നടത്തുന്ന സമയത്ത് സോഷ്യൽ മീഡിയനെ നമ്മൾ പറയുന്ന കാര്യം എന്താ, അവർ പ്രഖ്യാപിതമായി പല കാര്യങ്ങളിലും ഇത്തരത്തിൽ കൂടുതൽ വ്യൂവേഴ്സുള്ള കിട്ടാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. വാർത്തകളിലും വളരെ പേഴ്സണലായി മനസ്സിൻ്റെ ദൗർബല്യത്തെ ചൂഷണം ചെയ്യാവുന്ന വിധത്തിൽ വാർത്തകളെ പ്രൊജക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് ഏത് വലിയ വാർത്തേനെയും അതിൻ്റെ ഈ എലമെൻറ്റിനെ പ്രൊജക്റ്റ് ചെയ്ത് കൊടുക്കും എന്നുള്ളതാണ്. മുഖ്യധാരാ മാധ്യമങ്ങളായാലും നമ്മളിപ്പോൾ ആ ശൈലിയിലേക്ക് പോയി. മനോരമയിൽ ആ വാർത്ത വന്നു എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ആ നിലയിലേക്ക് മാറ്റിക്കളഞ്ഞു. അപ്പോൾ പിന്നെ ആ വ്യത്യാസം എന്താണെന്നാണ് ഇപ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്നൊരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നൊരു കുറ്റം, ഒരു വാർത്ത കൊടുക്കുന്ന സമയത്ത് സ്ത്രീകളുടെ ചിത്രം പല രീതിയിൽ നൽകും. ഒരു കേസിലെ പ്രതിയാണെങ്കിൽ അല്ലെങ്കിൽ ആരോപണ വിധേയയാണെങ്കിൽ പല രീതിയിൽ നൽകും. നമ്മൾ സമീപകാലത്ത് കാണുന്നില്ലേ, ഈ ഏത് ചാനൽ ഏത് പത്രമായാലും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായി ഇപ്പോൾ ആരോപണമുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്, അവരുടെ ചിത്രങ്ങൾ വരും നമ്മൾ കാണുന്നില്ലേ ചാനലുകളിൽ. അവർ വെള്ളം കുടിക്കുന്നു, ഇരിക്കുന്നു, നിൽക്കുന്നു. ഇത് നേരത്തെ കാലങ്ങളിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സോഷ്യൽ മീഡിയ നമ്മൾ നിരന്തരം ഇവാലുവേഷന് വിധേയമായിക്കൊണ്ടിരുന്നതാണ്. മുഖ്യധാരയിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1-ാം പേജിൽ എല്ലാ ദിവസവും ഈ പറയുന്ന ചിത്രം കൊടുക്കണ്ടോ എന്നുള്ള തർക്കത്തിലല്ല ഞാൻ. അതിൻ്റെ ഈ പറയുന്ന ധാർമ്മികത പത്രങ്ങൾക്കും നമ്മൾ കൽപ്പിച്ചു കൊടുക്കണമല്ലോ. അപ്പം എല്ലാവരും ഇത് ചെയ്യുകയാണ്. ഈ തലത്തിലേക്ക് ഇറങ്ങി വരുന്നെന്നോ അല്ലെങ്കിൽ മറ്റവർ ഉയർന്നു വരുന്നെന്നോ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അത് എങ്ങനെ നമ്മൾ വേർതിരിക്കും എന്നുള്ളത്, ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെ വേർതിരിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം, 2024 ജനുവരി 22
NS മാധവൻ്റെ തിരുത്ത് എന്ന് പറയുന്ന കഥയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു അല്ലേ? തിരുത്ത് എന്ന് പറയുന്ന കഥ ഇല്ലാതായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരുത്ത് എന്ന് പറയുന്ന കഥ ബാബറി മസ്ജിദ് തകർത്തു എന്നുള്ളതിന് പകരം തർക്കമന്ദിരം തകർത്തു എന്ന് എഴുതി തെറ്റായിപ്പോയി എന്നാണല്ലോ തിരുത്തിൻ്റെ കഥ. ഇപ്പം തർക്കമന്ദിരം തന്നെ ഇല്ലല്ലോ അല്ലേ? അത് ഒരു സുന്നി വഖഫ് ബോർഡിൻ്റെ സ്ഥലം രാമക്ഷേത്രമായി മാറി. അപ്പോൾ ആ കഥ തർക്കമന്ദിരം തകർത്തുന്നെങ്കിലും എഴുതാൻ പറ്റുമോ എന്നുള്ള ആലോചന പോലും നമുക്ക് പ്രസക്തിയില്ല. അപ്പോൾ ആ കഥ ഇല്ലാതെ ഞാൻ പറഞ്ഞു വന്നത്, ഈ കുറച്ച് കാലം ഒരു 5-6 വർഷമായിട്ട് ഡിസംബർ 6 നമുക്ക് ബാബറി മസ്ജിദ് തകർത്ത ദിവസത്തെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാൻ പറ്റുമായിരുന്നു, പത്രത്തിലൊരു വാർത്ത കൊടുക്കാൻ പറ്റുമായിരുന്നു. നിങ്ങൾ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഏതെങ്കിലും ചാനലിൽ കണ്ടിട്ടുണ്ടോ വാർത്ത, ഇതിൻ്റെ വാർഷികമാണ് ഡിസംബർ 6 എന്ന് പറഞ്ഞിട്ട്? ഈ ഡിസംബർ 6 ഓർമ്മിച്ചതിന് കേരളത്തിൽ എത്ര കേസ് ഉണ്ടായിട്ടുണ്ട്? മറ്റ് സംസ്ഥാനങ്ങൾ പോട്ടെ, കേരളത്തിൽ കേസ് എടുത്തിട്ടില്ലേ ഡിസംബർ 6 ഓർമ്മിച്ചതിന്? എന്നിട്ട് നമ്മളതിനെപ്പറ്റി പറയാൻ ആലോചിക്കില്ല, പറയാൻ പോലും ആലോചിക്കില്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ ഈ ജനുവരി 22 മുന്നോടിയായിട്ട് സോഷ്യൽ മീഡിയയിൽ ഓരോ വ്യക്തികളും, അതിന് റീച്ച് എത്രയുണ്ട് എന്നൊക്കെയുള്ളത് നമുക്ക് തർക്കിക്കാം. സോഷ്യൽ മീഡിയയിൽ ഓരോ മനുഷ്യനും, കേരളത്തിലിരുന്ന് ആയിരിക്കും കൂടുതലാണ് ഉണ്ടാവുക, ഓരോ മനുഷ്യനും ബാബറി മസ്ജിദ് പൊളിച്ചിട്ടാണ് രാമക്ഷേത്രം പണിഞ്ഞ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നതെന്ന് നിരന്തരം എഴുതി. അത് പിന്നീട് പത്രങ്ങളിൽ അവിടെ ഇവിടെ, അതുവരെ പത്രങ്ങൾ എനിക്ക് തോന്നുന്നു ഈ ജനുവരി പകുതി വരെ അതിനെക്കുറിച്ച് ഓർത്തിട്ടല്ലേ ഇതിങ്ങനെ വരാൻ പോവാണെന്നുള്ള നിലയിലാണ് നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ചെറിയ വീഡിയോകളിലൊക്കെ നിരന്തരം എഴുതിയോണ്ട് മാത്രമാണ് പിന്നീട് അതിനെക്കുറിച്ച് നമ്മൾ ഓർക്കാൻ പോലും മുഖ്യധാര തയ്യാറായെന്നാണ് ഞാനിപ്പോഴും എൻ്റെ ആ ഒരു ചെറിയൊരു ദിവസങ്ങളിലെ ഓർമ്മയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതിന് സാധ്യതയുണ്ട്. പക്ഷേ ഈ മുഖ്യധാര പത്രങ്ങളിൽ, പാരമ്പര്യ പത്രങ്ങളാണോ നവമാധ്യമങ്ങൾ എന്നുള്ള ആ നിർണയത്തിൽ അല്ലെങ്കിൽ ആ നിർവചനത്തിൽ നമുക്ക് സംഘർഷം സങ്കീർണമായിരിക്കും എന്ന് മാത്രമാണ് എൻ്റെ തോന്നൽ. രാമോഹൻ പാലത്തിലേക്ക് വന്നാൽ, ഇപ്പം സ്വാതി ചതുർവേദിയുടെ ഐ എം എ ട്രോൾ എന്ന് പറഞ്ഞൊരു പുസ്തകം ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പൊതുബോധ നിർമ്മിതിയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നമ്മൾ കാണുന്ന ട്രോളുകളൊന്നും അത്ര നിസ്സാരമല്ല. ഈ സൈബർ അധോലോകത്തിൽ നിന്ന് പടച്ചു വിടുന്ന ഒരു തരത്തിലുള്ള ബോംബുകളാണത്. ഇതൊരു ലോങ് റണ്ണിൽ നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂവിൽ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, സർക്കാരിനെതിരെ പറയുമ്പം അവരെങ്ങനെ ഹേറ്റഡ് പ്രചരിപ്പിക്കുന്നു എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ വെറുതെ കണ്ട് തള്ളിവിടുന്ന ഇതൊക്കെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കുക? ഈ ഐ എം എ ട്രോൾ എന്ന് പറഞ്ഞ പുസ്തകം തന്നെ BJP ക്കെതിരെ എഴുതിയതാണ് അവർ. BJP സംഘപരിവാറിൻ്റെ വിവിധങ്ങളായിട്ടുള്ള എന്താ പറയുക, BJPയുടെ നിഗൂഢ ഡിജിറ്റൽ ലോകത്ത് നിന്ന് കണ്ടാണ് അതിൻ്റെ സബ് ടൈറ്റിൽ തന്നെ അങ്ങനെയായിരുന്നു. അതെനിക്ക് 19 18 അങ്ങാണ്ട് വന്നതെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിപ്പോൾ അപ്ഡേറ്റഡ് എഡിഷനൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 2024 ഇലക്ഷൻ ഇയറിൽ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ സ്വാതി ചതുർവേദി പറഞ്ഞ കാര്യങ്ങളുടെ ഒരു പരസഹസ്രം വലിയ, ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഞാൻ വായിച്ച statista.com വായിച്ചത്, ലോകത്തെ ഏറ്റവും അധികം ഫേക്ക് ന്യൂസുകൾ ഈ സോഷ്യൽ മീഡിയ വഴി വരുന്നത് ഇന്ത്യയിൽ നിന്നാണ് പറഞ്ഞത്. ഇന്ത്യയുടെ ക്യാപിറ്റലാണെന്ന് പറഞ്ഞത്. ഒരു താരതമ്യം പോലും ഇല്ലാത്ത വിധത്തിൽ ഇന്ത്യയിലാണ് ഫേക്ക് ന്യൂസ്. അപ്പോൾ ഈ സ്വാതി ചതുർവേദി വരുന്നതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ മോശമാവുകയാണ്, അത് വേഴ്സനാവുകയാണ് ചെയ്തിരിക്കുക എന്നൊക്കെ മനസ്സിലാവും. ഇപ്പോൾ ഡെമോക്രസിൻ്റെ വാള് പോലെ എന്ന് പറഞ്ഞാൽ ഡെമോക്രസിയുടെ വാള് 2024 നമ്മുടെ മുകളിൽ ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്, മൂന്നാമതും BJP. അപ്പോൾ ഡെമോക്രസിയുടെ വാള് തന്നെ പറയേണ്ടി വരും ഈ മറ്റേ BJP വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നത്. അപ്പോൾ എനിക്ക്, പക്ഷേ നമ്മൾ എന്തെല്ലാം പരിമിതികളുണ്ടെങ്കിലും ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും അധികം ഫേക്ക് ന്യൂസ് ഉണ്ടാകുന്നു എന്ന് പറയുന്നു. സ്വാതി ചതുർവേദിയെ പോലുള്ളവർക്ക് BJPയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ വളരെ ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നവരെ പോലും പ്രൈം മിനിസ്റ്റർ ഫോളോ ചെയ്യണം ട്വിറ്ററിൽ. അതൊക്കെയാണ് അതിലെ പുസ്തകങ്ങളിലെ ഒരു ഹൈലൈറ്റ് പോയിന്റ് ആയിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ സനീഷ് പറഞ്ഞ കുറേ കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഈ പരമ്പരാഗത മാധ്യമ പ്രവർത്തകർ ഇൻസെക്യൂരിറ്റി ഉണ്ട് അതിൽ കുറേയൊക്കെ. കാരണം ഇവരുടെ ഒരു സീക്രട്ട് കവായിട്ട് വെച്ചിരുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നാട്ടുകാരെടുത്തിട്ട് അലക്കുന്നതെന്നുള്ളൊരു സംഭവമുണ്ട്. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. അപ്പോൾ അതിലിപ്പോൾ മറുനാടൻ മലയാളി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എന്താ പറയുക, ഒരു വർഗ്ഗബോധം കൊണ്ടുള്ളൊരു എതിർപ്പും പേടിയും അതുണ്ടാവാൻ വഴിയുണ്ട്, നാച്ചുറലി ഉണ്ട്. കാരണം കൈവിട്ടു പോയി. ഇനി ഒരിക്കലും ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഒരു 25 വയസ്സിൽ നിങ്ങൾ കേരളത്തിലെ ഇപ്പോഴും പ്രിൻ്റ് ഭയങ്കര സീക്രട്ടാന്നൊക്കെ പറഞ്ഞു. ഒരു 25 വയസ്സിൽ താഴെയുള്ള കേരളത്തിലെ കുട്ടികളെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. അവർ എന്ത് പ്രിൻ്റാണ് വായിക്കുന്നത്, എന്ത് ടെലിവിഷനാണ് കാണുന്നത് എന്നുള്ളത് ഒരു വലിയ ഇഷ്യൂമാണ്, ചെറുപ്പക്കാരുടെ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഈ നവമാധ്യമമെല്ലാം മാധ്യമമാണോ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 2024 തെരഞ്ഞെടുപ്പിന് എൻ്റെ ഔട്ട്കം എന്തായിരിക്കും, അതിലിപ്പോൾ ഞാനിപ്പോൾ വായിച്ചത് 2014 തെരഞ്ഞെടുപ്പിന് ഏറ്റവും അധികം അന്ന് ഇൻഫ്ലുവൻസ് ചെയ്ത് ട്വിറ്ററാണെന്ന് പറയപ്പെടുന്നു. 2019 വാട്സപ്പ് ആയിരുന്നു പ്രധാനം. അതുപോലെ 2024 ഈ ഇലക്ഷനിൽ ഇൻഫ്ലുവൻസേഴ്സാണ് വലിയ. ഇപ്പം നിങ്ങൾ 3000 ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പം നമ്മൾ അറിയാത്ത, ഞാൻ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ കൗ ബെൽറ്റിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രൊളിഫറേഷൻ ഉണ്ട് ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ. ഹിന്ദിയിൽ നമുക്കത് എന്താ പറയുക, ബേസിക്കലി മലയാളികൾക്കൊന്നും അധികം പേർക്ക് അത് മനസ്സിലാവാത്തതിൻ്റെ പ്രശ്നമാണ്. ഭയങ്കരമായിട്ട് അത് നടക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ 2024 ഇലക്ഷനിൽ ഇപ്പോൾ ഈ ഒരുപാട് ഫേക്ക് ന്യൂസുകളും നുണകളും ഒക്കെ ഉറപ്പായിട്ടും ഇപ്പോൾ അവിടെ ഇങ്ങനെ മില്ല് പോലെ
വന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ സ്വാതി ചതുർവേദിയൊക്കെ പറഞ്ഞ പോലത്തെ. പക്ഷേ സ്റ്റിൽ നമ്മൾ പറയുമ്പോഴും കേരളത്തിലൊരു കോണ്ടെക്സ്റ്റൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ഇപ്പം നമ്മൾ ഇവിടെ അതിഥിയായിട്ടുള്ള രാമേന്ദ്ര ഗോയൽ എഴുതിയിട്ടുണ്ട്, ഒരു പ്രധാന മോദിയും 6 സംസ്ഥാന മോദിമാരെന്ന് വളരെ ബ്ലണ്ടായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഇടതുപക്ഷക്കാരനായിട്ടുള്ള സനീഷിനൊക്കെ അതിനെപ്പറ്റി എന്ത് പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ പോലും ഇപ്പോൾ ഒറ്റപ്പെട്ട സ്വരങ്ങൾ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഈ സമൂഹ മാധ്യമങ്ങളുടെ ഒരു ഒച്ച ഉണ്ടാക്കേണ്ടി വരും. അത് ഈ കേരളത്തിലെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലെയും ഈ ഒരുതരം ടോട്ടാലിറ്റേറിയൻ റെഷീംസ് നോക്കി കഴിയുമ്പോൾ അതിന് വലിയ പ്രസക്തി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു നിങ്ങൾ ഈ കുത്തക ഗൂഗിൾ ഫേസ്ബുക്കിനെ പറ്റിയൊക്കെയാണ് സംസാരിച്ചത്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോംസ് ഒന്നും പ്രൊമോട്ട് ചെയ്യാത്തത്? ഇപ്പോൾ മാസ്റ്റർഡോം പോലെയോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഗൂഗിൾ ആഡ്സെൻസിനെ മാത്രം ആശ്രയിക്കുന്നത്? വേറെ ഇഷ്ടംപോലെ ആഡ്സെൻസ് കണക്കുള്ള വേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഗൂഗിൾ യൂസ് ചെയ്യുമ്പോൾ മാത്രമല്ലേ നിങ്ങളെ ഗൂഗിൾ ബ്ലോക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ മാത്രമല്ലേ. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് നിങ്ങളെ കണ്ടന്റ് നിങ്ങൾ തന്നെ ഓൺ ചെയ്ത് ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആരാണ് തടയപ്പെടുന്നത്? അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ശ്രമിക്കുന്നില്ല? അതുമല്ല, ഈ ന്യൂസ് എല്ലാം ഇപ്പോൾ ന്യൂസ് ലോണ്ടറി ആയാലും ഇപ്പോൾ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിനെ കണ്ടിട്ട് ഇപ്പോൾ നിങ്ങൾ ഇഷ്ടംപോലെ ചെറിയ മാധ്യമങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇപ്പോൾ മറുനാടനായിക്കോട്ടെ, ഇപ്പോൾ മെയിൻ സ്ട്രീം മീഡിയാസ് ആയിക്കോട്ടെ, നിങ്ങളൊരു ക്ലാസ് സൃഷ്ടിക്കുന്നതിന് പകരം ആൾക്കാർ ആയി വരേണ്ടതല്ലേ അതിൻ്റെ ആവശ്യം? എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാക്കേണ്ടതല്ലേ, അവരെ അവെയർ ആക്കേണ്ടതല്ലേ ഇത് അൽഗോരിതമാണ്. അല്ലെ ഇപ്പം സനീഷ് പുള്ളിക്കാരൻ പറഞ്ഞു, ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമിൽ എപ്പോഴും ഇപ്പോൾ വരുന്നത് സംഘപരിവാറിൻ്റെ ഇതാണെന്ന്. സാധാരണ നമ്മളിപ്പോൾ ട്വിറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ആൻറ്റി സാധനമാണ് കാണുന്നതെങ്കിൽ എൻ്റെ വാലിൽ എപ്പോഴും വന്ന് വീഴുന്നത് ട്വിറ്ററിന് അറിയാം ഇവന് ഈ സാധനമാണ് ആവശ്യമെന്ന്. അപ്പോൾ അതാണ് ട്വിറ്റർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളവിടെ എന്താണ് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അല്ലെങ്കിൽ ലോജിക്ക് ഉപയോഗിച്ച് മനസ്സിലാക്കേണ്ടതല്ല എൻ്റെ ആവശ്യം. അപ്പോൾ നിങ്ങളൊന്ന് ആൾക്കാരെ അവെയർ ആക്കുക. രണ്ടാമത് പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് മറ്റ് പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല? ഇപ്പം അൽ ജസീറയോ ഡോഷെ വില്ലയൊക്കെ പോലെ നിങ്ങളെന്ത് സ്വന്തമായിട്ട് ഹോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നതാണ് വേറൊരു. ഞങ്ങൾ സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കാത്തത് ഇതൊരു പരമാവധി ആളുകളിലേക്ക് എത്തണം എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾ ഈ പറഞ്ഞ പോലുള്ള പുതിയ ആപ്പ് വന്നിട്ട് അതിനകത്ത് നിറയെ ആളുകൾ കയറിയാൽ, എന്ന് വെച്ചാൽ കേരളത്തിലെ 3.25 കോടി ജനത്തിൽ ഒരു വലിയ ശതമാനം അതിനകത്ത് കയറിയാൽ അവിടെ ഞങ്ങളുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ത്രെഡ് എന്ന് പറഞ്ഞൊരു സംഗതി ഇപ്പോൾ സമീപകാലത്ത് ഇവർ കൊണ്ടുവന്നു. ഞങ്ങളെല്ലാവരും കൂടി ചാടി കയറി ത്രെഡിൽ പേജ് ഉണ്ടാക്കി. അവിടെ ആരുമില്ല. പിന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് കണ്ടന്റ് തള്ളുന്നത് എന്തിനാണ്? അതുകൊണ്ട് എപ്പോഴാണോ നിങ്ങൾ ഈ പറയുന്ന ന്യൂജൻ പുതിയ ആപ്പുകൾ വലിയ ഞങ്ങളുടെ കണ്ടന്റ് പുഷ് ചെയ്യാൻ പറ്റുന്ന, ഞങ്ങൾക്ക് വ്യൂവേഴ്സ് നേടിത്തരുന്ന സ്ഥലമാകുന്നത്, അപ്പോൾ ഞങ്ങൾ അവിടെ പോകും. പിന്നെ രണ്ടാമത് നിങ്ങൾ ഈ പറഞ്ഞ ട്വിറ്ററിലൊക്കെ ഞാൻ നോക്കുന്നത് അനുസരിച്ചാണ് എൻ്റെ അൽഗോരിതം എനിക്ക് കാര്യങ്ങൾ തള്ളിത്തരുന്നത് എന്നതൊരു കോമൺ ധാരണയാണ് ഇപ്പോൾ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സീന് മാറി മറ്റൊരു പണി എടുക്കുന്നു എന്നതാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. അത് ഓക്കെ, അത് നമ്മളൊരു ബേസിക് ധാരണയാണ്. പിന്നെ അതുകൊണ്ട് അത് മാറിക്കഴിഞ്ഞു. അത് മാറിയിട്ട് നിരവധികര അതെ അത് സിനിമ. ഇപ്പം ഞാനൊരു സിനിമ കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴും ആളുകൾ കാണും. മോഹൻലാൽ ഇപ്പം നമ്മൾ ഒരു സിനിമയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ പോയാൽ, നടിയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ പോയാൽ, കുട്ടി വന്നു, നടിയുടെ ഇൻ്റർവ്യൂ എടുക്കാൻ പോയാൽ മോഹൻലാൽ ഒരു നടൻ, ഒരു താരതമ്യേന ചെറുപ്പക്കാരൻ നടൻ മോഹൻലാൽ ഉദാത്തമായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നോക്കുമ്പോഴേ എനിക്ക് ഭയങ്കര ആരാധന തോന്നുന്നു എന്നത് എല്ലാവർക്കും ഒരു കഴിഞ്ഞ 40 വർഷമായിട്ട് എല്ലാ പുതിയ നടന്മാരും നടിമാരും പറയുന്നതാണ്. പക്ഷെ അത് ഇന്നും ഒരു ബൈറ്റ് മുറിച്ചു കൊടുത്താൽ ചാറപറ ഓടും. ആർക്കും അറിയാത്തൊരു കാര്യമില്ല, പുതിയൊരു കാര്യം അല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അത് കൊടുത്താൽ എനിക്കൊരു വരുമാനം അതിനകത്ത് കിട്ടും. എത്ര കാലമാണ് അങ്ങനെ കൊടുക്കുക? എത്ര പേരാണ് ഈ സിനിമ കണ്ടന്റ് കൊടുക്കുക? എന്താണ് നിങ്ങളുടെ വ്യത്യസ്തത? ഞാൻ 22 വർഷമായി പണി തുടങ്ങിയിട്ട്, ഞാൻ പറഞ്ഞു നിർത്താം, എന്തായാലും ഈ അവസരം കിട്ടിയിട്ട് 22 വർഷമായി പണി തുടങ്ങിയിട്ട് ഞാൻ മംഗളം വർത്തമാനം പത്രം, ഇന്ത്യ വിഷൻ കഴിഞ്ഞ് ഏഷ്യാനെറ്റിലേക്ക് പോയിട്ട് വീണ്ടും ഇന്ത്യ വിഷനിലേക്ക് വന്നിട്ട് പിന്നെ അവിടുന്ന് മീഡിയ വണ്ണിലേക്ക് പോയിട്ട് ന്യൂസ് 8 പോയിട്ട് എല്ലായിടത്തും പ്രധാനപ്പെട്ട ഡെസ്കിലൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് എടുത്തിരുന്നതാണ്. നിങ്ങൾ ഈ പറയുന്ന പരിപാടി എത്ര കാലമായിട്ടാണ് നോക്കുക? ഇപ്പോൾ മോദിയും 6 സംസ്ഥാന മോദിമാരും എന്നൊക്കെ വളരെ ബ്ലാങ്കറ്റായിട്ട് പറയാം. ഗുഹ സാറ് വലിയ വിശാലമായിട്ട് എഴുതിയ കാര്യമായിരിക്കും അത്. പക്ഷേ ഇതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള വ്യത്യസ്തതകൾ, എൻ്റെ നാട് ഈ പറയുന്ന നോർത്തിൽ എല്ലാ പള്ളിക്കടിയിലും അമ്പലത്തിൻ്റെ അവശിഷ്ടങ്ങളുണ്ടെന്ന് പറയുന്ന പോലുള്ള നാടല്ല എന്ന വ്യത്യസ്തത പറയണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിപ്പോൾ സിനിമ കണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വളരെ ജനറൽ ആയിട്ടുള്ള എല്ലാം കൂടി ചേർന്ന് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അതുകൊണ്ട് ഈ പൈസ ഉണ്ടാക്കുന്ന ആളും നമ്പർ ഉണ്ടാക്കുന്ന ആളുകളാണ് വലിയ സംഭവങ്ങൾ എന്ന് പറയുന്നതിന് പകരം എനിക്കെന്നെ നാടിൻ്റെ വ്യത്യസ്തത പറയണം, ഇവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് പറയണം. ഈ പൊളിറ്റിക്സിന് ഒരു ആധികാരികതയും ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ശക്തിയും വരണമെന്ന് പറയേണ്ടതുണ്ട് എന്ന് വരുമ്പോൾ, പക്ഷേ നിങ്ങൾക്ക് അവസരം നിഷേധിക്കുകയാണ്. മനസ്സിലായില്ലേ? ആ അവസരം നിഷേധിക്കുക എന്ന് മാത്രമല്ല, സ്വാതി ചതുർവേദി ആ പുസ്തകം എഴുതുന്ന കാലത്ത് ഇതൊരു തെറ്റായ കാര്യമാണ് ഈ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് അല്ലെങ്കിൽ BJP ചെയ്യുന്നത് എന്നൊരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ 10 വർഷം കഴിയുമ്പോഴേക്കും ഇതൊരു നോമായി മാറിക്കഴിഞ്ഞു. അത് കരുത്തുള്ള ആളുകൾ അങ്ങനെ ചെയ്യും. പള്ളി പൊളിച്ച് അമ്പലം പണിയും, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ വ്യാജം പ്രചരിപ്പിക്കും, കള്ളം പറയും.
കള്ളം പറയും. ഇവിടെ ഈ വേദിയിൽ കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ ഒരു മാതൃഭൂമി കൊടുത്ത വാർത്ത കണ്ടു. ആ BJPയുടെ നേതാവ് സന്ദീപ് വാര്യർ വന്നിട്ട് ഗോവിന്ദൻ മാസ്റ്റർ ഇരിക്കുന്ന സദസ് പറയാണ് ദേശാഭിമാനി തുടങ്ങിയ ബ്രിട്ടീഷുകാരുടെ പണം കൊണ്ടാണ് എന്ന്. അപ്പോൾ ഇതും പറയും, അത് അങ്ങനെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും എന്ന് കരുതുന്ന ആളുകളുണ്ടാവും. അങ്ങനെയും പറയാനുള്ളതല്ലേ ജനാധിപത്യത്തിൽ പറയുന്നതുണ്ടാവും. പക്ഷെ അവിടെ ഇതല്ല സത്യം. ഇപ്പോൾ രാത്രിയാണെന്ന് ഒരാൾ പത്രത്തിൽ എഴുതിയാൽ ഒന്ന് കണ്ണു തുറന്ന് നോക്കിയിട്ട് ഇപ്പോൾ പകലാണ് എന്ന് പറയാനുള്ള പണി കൂടിയാണ് മാധ്യമപ്രവർത്തനം. അത് പിന്നെ എങ്ങനെ ടെക്നോളജി എങ്ങനെ മാറിയാലും ഒരു AI വന്ന് ഇതിനേക്കാൾ വലിയ സംഗതികളുണ്ടായി. ടെക്നോളജി എങ്ങനെ മാറിയാലും സത്യം പറയുക എന്ന പണി ഇതിൻ്റെ ബേസിക്സാണ്. ഇതിൻ്റെ ബേസിക്കാണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഏത് പണിയായിട്ടും ചെയ്യാം, എങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഒറ്റക്കോ കൂട്ടായിട്ടോ തലകുത്തി ചെയ്തിട്ടോ പിന്നെ സിനിമാറ്റിക്കായിട്ടോ നാടകമായിട്ടോ എങ്ങനെയും മാധ്യമപ്രവർത്തനം ചെയ്യാം. ആത്യന്തികമായിട്ട് സത്യത്തിൽ ചെന്ന് തടഞ്ഞു വീഴുക എന്നുള്ളതാണ് ഇതിൻ്റെ പണിയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അത് ചെയ്യണം. എത്രത്തോളം ധൈര്യമായിട്ട് ഇനി സത്യം പറയാൻ പറ്റും എന്നുള്ളതാണ്. നമ്മൾ ഒറ്റ കാര്യം, ഈ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പറയും, ഈ അച്ഛനൊക്കെ പറയും, എനിക്കെന്താ പ്രാന്തണ്ടോ എന്ന് ചോദിക്കുന്നതിന് പകരമായിട്ട് നട്ടുച്ചക്ക് വിളക്കെത്തിക്കുന്നോടാന്ന് ചോദിക്കും. നട്ടുച്ചക്ക് വിളക്കെത്തിക്കുന്നോടാന്ന് ചോദിക്കും. നമ്മളത് ചെയ്ത് കഴിഞ്ഞല്ലോ. സമയക്കുറവുണ്ട്, ഇടപെടാണ്. മൂന്നുപേർക്കും വളരെയധികം നന്ദി. താങ്ക് യു.